ആരംഭിക്കാം. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാലയായ 40 കൂട്ടായ്മയുടെ സഹോദരൻ എന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ആം, ഹായ് ശിവചേട്ടാ, ഹായ് ഹായ്. ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ്. അപ്പൊ നമ്മള് ഇപ്പൊ 12-ാം പടി ആ ചാപ്റ്ററിലാണ്, വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മള് ഇതിനെപ്പറ്റി 12 പടികളുടെ 3 പാർട്സിനെ പറ്റി പറഞ്ഞു. 3 ഭാഗങ്ങളായിട്ടാണ് അത് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ നടപടികളുടെ ഫലമായി ഒരു ആത്മീയ ഉണർവുണ്ടായതിനാൽ, അല്ലെങ്കിൽ ഹാവിങ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ് ആസ് ദ റിസൾട്ട് ഓഫ് ദി സ്റ്റെപ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. നമ്മൾ മലയാളത്തിൽ ഈ പടികളുടെ ഫലമായ ഒരു ആത്മീയ ഉണർവുണ്ടായതിനാൽ. അതൊരു പ്രോമിസ് ആണ്. പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാക്ക് തരുവാണ്. ഈ പടികൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഉടമ്പടിയാണ്, അല്ലെങ്കിൽ ഒരു കരാറാണ് ഈ പ്രോമിസ്. അതായത് ജീവിതത്തിലെ മെച്ചപ്പെട്ട ആരോഗ്യം, ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. അതാണ് ആ പ്രോമിസ്. അപ്പോ അടുത്ത ഭാഗം എന്താണ്? ദ ചാർജ് ആണ്. നമ്മൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ സന്ദേശം മറ്റു മദ്യാസക്തരിലേക്ക് എത്തിക്കുവാനെന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത്. വി ട്രൈ ടു ക്യാരി ദിസ് മെസ്സേജ് ടു ആൽക്കഹോളിക്സ്. അടുത്ത ഭാഗം അപ്പോ ക്യാരി ചെയ്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, നമ്മൾ ഈ ഭാരം ചുമന്നുകൊണ്ട് ഒരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതൊരു ഇൻചാർജ് ആണ്, അല്ലെങ്കിൽ ചാർജ് ആണ്. അടുത്ത ഭാഗം അത് ചലഞ്ച് ആണ്. അതായത് ആൻഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഓൾ അവർ അഫയേഴ്സ്, നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഈ തത്വങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. ആ ഒരു ചലഞ്ചാണ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്നോ പോർവിളി എന്നൊക്കെ പറയാം. ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള വെല്ലുവിളി. അപ്പൊ ഇംഗ്ലീഷിൽ അത് ഹാവിങ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വി ട്രൈ ടു ക്യാരി ദിസ് മെസ്സേജ് ടു ആൽക്കഹോളിക്സ് ആൻഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ അവർ അഫയേഴ്സ് എന്നാണ് 3 ഭാഗവും ഒന്നിച്ചെഴുതിയേക്കുന്നത്. മലയാളത്തിൽ അത് ഈ നടപടികളുടെ ഫലമായ ഒരു ആത്മീയ ഉണർവുണ്ടായതിനാൽ ഈ സന്ദേശം മറ്റു മധ്യസ്ഥത്തിൽ എത്തിക്കുവാനും ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഈ തത്വങ്ങൾ പാലിക്കുവാനും ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ 3 ഭാഗങ്ങളായിട്ടുള്ള ഈ കാര്യങ്ങള് ചാപ്റ്റർ 7 അത് ഡീൽ ചെയ്യുന്നത് വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റ് മധ്യാസക്തരിലേക്ക് എത്തിക്കുക എന്നുള്ള 2-ാം ഭാഗമാണ്. പ്രോമിസ് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. ചാപ്റ്റർ 7 വർക്കിംഗ് വിത്ത് അതേഴ്സ് ആണ്. അതിന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഇതുവരെ, അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ 7-ാമത്തെ ചാപ്റ്ററിൽ എത്തുന്നതോടുകൂടി ഒരു സ്പിരിച്വൽ അവേക്കണിങ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഏത് വഴിയാണ്? ഡോക്ടറുടെ അഭിപ്രായം, ബില്ലിന്റെ കഥ, ഒരു പരിഹാരമുണ്ട്, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ, ആഞ്ജനേയവാദികൾ, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രവൃത്തി പദത്തിലേക്ക് എന്ന് പറയുന്ന കഴിഞ്ഞ 6 ചാപ്റ്ററുകൾ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡോക്ടേഴ്സ് ഒപ്പീനിയൻ ഉൾപ്പെടെ നമുക്കൊരു 11 പടികളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ആ പ്രാക്ടീസിലൂടെ നമുക്കൊരു ആത്മീയ ഉണർവുണ്ടായിട്ടുണ്ട്. അതെല്ലാം അതിനു വേണ്ടിയിട്ട് ഒരു ക്ലിയർ കട്ട് ഡയറക്ഷൻസ് ഡോക്ടർ സിൽക്കോർത്ത് പറയുന്നുണ്ട്. പേജ് നമ്പർ 29 നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൃത്യമായ ഒരു നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കണം, റൂൾസ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ചാപ്റ്റർ 1 through 6, അതായത് 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററിലൂടെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ ഉൾപ്പെടെ ചാപ്റ്ററിലൂടെ നമുക്കൊരു അവേക്കണിങ് വന്നിരിക്കുന്നു, ഒരു ആത്മീയ ഉണർവ് വന്നിരിക്കുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന 12 പടികളുടെ പ്രോമിസും മറ്റ് മധ്യാസക്തരിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും, പിന്നെ ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു കുറെ ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ ഓർഡേഴ്സ്, എങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അപ്പോ അടുത്ത ഭാഗം ഏതാണ്? ചലഞ്ച് എന്നാണ്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കുക എന്നുള്ള ആ വാക്ക് ഒരു പക്ഷേ ഈ ചാപ്റ്റർ 7-ന്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് നമുക്ക് കിട്ടുമെങ്കിലും പിന്നീട് അങ്ങോട്ട്, അതായത് ഈ പറയുന്ന ചാപ്റ്റർ വർക്കിംഗ് വിത്ത് അതേഴ്സ് എഴുതിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് എങ്കിലും നമ്മൾക്ക് മറ്റൊരു ചാപ്റ്ററിലൂടെ, അതായത് 2 വൈഫ്സ്, അല്ലെങ്കിൽ ഭാര്യമാരോട്, പിന്നീടുള്ള കുടുംബം, എംപ്ലോയീസ് എന്ന് പറയുന്ന അതൊക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് ശരിക്കും ഈ ചലഞ്ച് പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചലഞ്ച്, എന്താണ് നമ്മുടെ വെല്ലുവിളി, എന്താണ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ഈ വർക്കിംഗ് വിത്ത് അതേഴ്സ് ആണ് ചാപ്റ്റർ 12-ന്റെ പൂർണ്ണമായ രൂപം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
പിന്നീട് അങ്ങോട്ടുള്ള ചാപ്റ്ററുകളെല്ലാം പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ അവർ അഫയേഴ്സ്, അല്ലെങ്കിൽ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക അല്ലെങ്കിൽ പരിശീലിക്കുക എന്നുള്ള ഇത് ഒതുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള മധ്യാസക്തർക്ക് വീണ്ടെടുക്കൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബുക്ക്. അതൊരു ജീവിതത്തിന്റെ ഡിസൈൻ ഫോർ ലിവിങ് ആണ്, അത് ജീവിതത്തിന്റെ ശൈലിയാണ്. പക്ഷെ അതിന് നമുക്ക് വേണ്ടത് ചാപ്റ്റർ പേജ് 567 പറയുന്നുണ്ട്, കെയർഫുൾ റീഡിംഗ് ആണ്, ശ്രദ്ധയോടുകൂടിയുള്ള വായന. ദിസ് പ്രിൻസിപ്പിൾ ഓഫ് സക്സസ് ആർ ഇൻഡീഡ് വെരി മച്ച് കവേർഡ് ഇൻ ദിസ് സെക്ഷൻസ്. അപ്പം നമുക്ക് ഈ പറയുന്ന പ്രിൻസിപ്പിൾ തത്വങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പാലിക്കണമെങ്കിൽ ഈ ബുക്കിന്റെ ഒരു കെയർഫുൾ റീഡിംഗ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു കെയർഫുൾ റീഡിംഗ് ആണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 12ാം പടിയിൽ 3 ഭാഗങ്ങളാണുള്ളത്: പ്രോമിസ്, ചാർജ് ആൻഡ് ചലഞ്ച്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറെ ഭാഗങ്ങൾ കവർ ചെയ്തു. നമ്മള് ഫസ്റ്റ് വിസിറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അവിടെ എന്തൊക്കെയാന്നുള്ള അപ്പൊ റിവ്യൂ ചെയ്യുന്നത് പിന്നീട് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിന്റെ തൊട്ട് മുകളിലുള്ള 2-3 പാരഗ്രാഫില് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി അവനൊരു പക്ഷേ ഈ ആൽക്കഹോളിസത്തെ കുറിച്ച് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ദേ വിൽ ബിക്കം ക്യൂരിയസ്. നമുക്ക് എങ്ങനെ സുഖപ്പെടലുണ്ടായി എന്ന് അറിയാനായിട്ട് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും. അപ്പോ എങ്ങനെ നമ്മൾ സുഖപ്പെട്ടു, അപ്പൊ അവര് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവനോട് പറയുക. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ വശത്തിന് കൂടുതൽ ഊന്നു നൽകുക. ഒരു പക്ഷെ അവൻ അഗ്നോസ്റ്റിക്കോ എത്തിയസ്റ്റോ അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്തവനോ ദൈവമുണ്ടോയെന്ന് സംശയമുള്ളവനോ ആണെങ്കിൽ പോലും അവനോടൊരു കാര്യം കൃത്യമായിട്ട് ക്ലിയർ ദാറ്റ് ദേ ഡു നോട്ട് ഹാവ് ടു എഗ്രി വിത്ത് യുവർ ഓൺ ഐഡിയാസ് അബൌട്ട് ഗോഡ്. അതായത് നമ്മൾക്കുള്ള ദൈവത്തിന്റെ സങ്കല്പത്തിലോട് അവൻ സമ്മതിക്കേണ്ടതില്ല എന്ന് അവനോട് ക്ലിയർ ആയിട്ട് പറയാ. അവന് ചൂസ് ചെയ്യാവുന്ന ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഹയർ പവറിനെ, അവന് സെൻസ് ചെയ്യുന്ന ഒരു ഹയർ പവറിനെ, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുന്ന ഒരു ഹയർ പവറിനെ അവൻ തെരഞ്ഞെടുക്കാം. ദ മെയിൻ തിങ് ഈസ് ടു ബി വില്ലിംഗ് ടു ബിലീവ് ഇൻ എ ഹയർ പവർ ഗ്രേറ്റർ ദാൻ അവർ ദംസെൽസ് ആൻഡ് ലിവ് ബൈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെക്കാൾ ഒരു വലിയ ശക്തി ഉണ്ടായിരിക്കുക, കൂടാതെ ആത്മീയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഈ 2 കാര്യങ്ങളാണ് അവനെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. പിന്നീട് നമ്മുടെ കോൺവെർസേഷൻ തികച്ചും എവരിഡേ ലാംഗ്വേജ്, സാധാരണ മട്ടിലുള്ള രൂപത്തിലായിരിക്കണം. നമ്മുടെ ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും സാധാരണ മട്ടിലായിരിക്കണം. യു ഡോണ്ട് വാണ്ട് ടു മേക്ക് ദം ഫീൽ ഡിഫെൻസീവ് അബൌട്ട് റിലീജിയൻ. അതായത് മതത്തെക്കുറിച്ച് കൂടുതൽ വാചാലനായി അത് വീണ്ടും വീണ്ടും ബിൽഡബ്ല്യൂ പല ഭാഗത്തും പറയുന്നു, ഒരു മതഭ്രാന്തനെ പോലെയോ പെരുമാറേണ്ടതില്ല, മതത്തെക്കുറിച്ച് കൂടുതൽ ഊന്നി പറയേണ്ടതില്ല. കാരണം അത് നമ്മളെ സംശയാലുമാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശത്തിൽ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും മറ്റു പല ഉദ്ദേശങ്ങളോടുകൂടി അവിടെ വന്നതായിരിക്കാം എന്നുള്ള ഒരു ഡൗട്ടിങ്, നമ്മളെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മളെ വിശ്വാസത്തിലെടുക്കാതിരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളൊരു റിലീജിയൻ ലേബലിൽ ചെല്ലരുതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതപരമായ ആശയങ്ങൾ പെട്ടെന്ന് പറയരുതെന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയേണ്ടത് എന്താണ്? സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആണ്, ആത്മീയ തത്വങ്ങളാണ്. അപ്പൊ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ആൾക്ക് കൂടുതൽ മതപരമായുള്ള ആശയങ്ങൾ നമ്മളെയൊക്കെ കൂടുതൽ മതത്തിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസവും പരിശീലനവും ഒക്കെ കിട്ടിയ ആളായിരിക്കാം. അപ്പോ ചിലപ്പോൾ അയാൾക്ക് തോന്നിയേക്കാം, എന്റെ വിശ്വാസം എന്തുകൊണ്ട് വർക്കാവുന്നില്ല, അതേസമയം നമ്മുടെ വിശ്വാസം നമുക്ക് വർക്കാവുന്നു. അപ്പോഴാണ് നമ്മൾ അവരോട് പറയുന്നത്, ഫെയ്ത്ത് മസ്റ്റ് ബി പെയ്ഡ് വിത്ത് സെൽഫ് സാക്രിഫൈസ്. അതായത് സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അൺസെൽഫിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്വാർത്ഥതയില്ലാത്ത ഒരു സഹായ മനസ്കതയോടുകൂടിയുള്ള ജീവിത രീതിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത് അവന് ഒരു മതത്തെക്കുറിച്ചുള്ള ക്ലാസ് കൊടുക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ഒന്നും അല്ല. നമ്മളെക്കാൾ കൂടുതൽ എന്നേക്കാൾ കൂടുതൽ താങ്കൾക്ക് അറിയാൻ കഴിയുമായിരിക്കും. ഫെയ്ത്ത് അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ ഇതുപോലുള്ള വിശ്വാസങ്ങൾ ആഴത്തിലുള്ളതായിരിക്കും. പക്ഷേ താങ്കളുടെ വിശ്വാസത്തിൽ താങ്കൾക്ക് കൂടി നിർത്താൻ കഴിഞ്ഞില്ല. എന്റെ വിശ്വാസത്തിൽ എനിക്ക് കൂടി നിർത്താൻ കഴിഞ്ഞു. കാരണം ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ് എന്നാണ്. അതായത് എന്ത് വിശ്വാസമാണെങ്കിലും അതിനകത്ത് ഒരു ആക്ഷൻ ആവശ്യമുണ്ട്. ആക്ഷൻ ഇല്ലാത്ത
ഏത് വിശ്വാസവും ഡെഡ് ആണ് എന്നൊക്കെ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളിന്റെ മാതൃകയിൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുമെന്നും ഒരു പർട്ടിക്കുലർ റിലീജിയൻ ഏതെങ്കിലും മതത്തെക്കുറിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനല്ല പരിശീലിപ്പിക്കാനല്ല വന്നേക്കുന്നത്. വി ഓൺലി ഡീൽ വിത്ത് ദ ജനറൽ പ്രിൻസിപ്പിൾ ദാറ്റ് മോസ്റ്റ് റിലീജിയസ് ആർ ബിൽറ്റ് ഓൺ. അപ്പൊ പല മതപരമായിട്ടുള്ള മതവും സംഘടിപ്പിച്ചിട്ടുള്ള ആത്മീയ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ചില തത്വങ്ങളാണ് ഞങ്ങൾ പാലിക്കുന്നത് എന്ന് പറയാനായിട്ടാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അടുത്ത് വായിക്കാവോ റോമലെ? വായിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ തുടർച്ച, പേജ് 94, ഫസ്റ്റ് പാരഗ്രാഫ്. അയാളെ സഹായിക്കുന്ന സംരംഭത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ നിങ്ങൾ എങ്ങനെ നേരെ ചൊവ്വയുള്ളതാക്കിയെന്നും നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെ നടത്തിയെന്നും അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക. അയാൾ ഇത് എത്തിക്കുന്നത് നിങ്ങളുടെ തന്നെ രോഗവിമോചനത്തിന്റെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അയാൾ സ്വയം ബോധ്യപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ അയാളെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതലായി അയാൾ നിങ്ങളെ സഹായിച്ചേക്കും. അയാൾക്ക് നിങ്ങളോട് യാതൊരുവിധ കടപ്പാടുകളോ ഒന്നുമില്ലെന്നും അയാളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ മറ്റുള്ള അമിത മദ്യപാന രോഗികളെ സഹായിക്കുവാൻ അയാൾ ശ്രമിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും വ്യക്തമാക്കണം. തന്നെ ക്ഷേമത്തെക്കാൾ മുൻപിലായി തൽസ്ഥാനത്ത് മറ്റുള്ള ആളുകളുടെ ക്ഷേമം അഭിലഷിക്കുന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അയാളോട് നിർദ്ദേശിക്കുക. അയാൾ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയനല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുക. അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ വീണ്ടും നിങ്ങളെ കാണേണ്ടതില്ലെന്നും അയാളെ ധരിപ്പിക്കുക. അയാൾ നിങ്ങളെ കാണാൻ അവസാനിപ്പിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, കാരണം നിങ്ങൾ അയാളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സംസാരം ബോധപൂർവം ശാന്തവും പൂർണ്ണമായും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ളതുമായിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അയാളെ അമിത മദ്യപാന ശക്തി എന്ന പ്രശ്നത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. എത്രമാത്രം ആശയറ്റവനായി അയാൾക്ക് തോന്നുന്നുവോ അത്രയ്ക്ക് നല്ലതാണ്. അയാൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക എന്നുള്ളതിനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പം അടുത്തതായിട്ട് പറയാണ്. എന്താണ് പറയുന്നത്? ഔട്ട്ലൈൻ ദ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ എ പ്രോഗ്രാം ഓഫ് ആക്ഷൻ. നമ്മളുടെ ഈ 4, 5, 6, 7 എക്സ്പ്ലെയിനിങ് ഹൗ യു മേഡ് എ സെൽഫ് അപ്രൈസൽ. അപ്പൊ പടി 4, 5, 6, 7 അവനോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം പ്രോഗ്രാം ഓഫ് ആക്ഷൻ, നമ്മുടെ പ്രോഗ്രാം എന്താണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്താണെന്ന് പറയാനുള്ള സമയമാണ് അത്. ഹൗ യു മേഡ് യുവർ ഇൻവെന്ററി, എങ്ങനെയാണ് നമ്മളുടെ ഇൻവെന്ററി എടുത്തത്. ഹൗ യു സ്റ്റേറ്റൻഡ് ഔട്ട് യുവർ പാസ്റ്റ്, അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ പാസ്റ്റ് കഴിഞ്ഞ കാലം ശരിയാക്കിയത്. ആൻഡ് വൈ യു ആർ നൗ ട്രൈങ് ടു ബി ഹെൽപ്പ് ടു ദം, എന്തുകൊണ്ടാണ് ഞാൻ താങ്കളെ സഹായിക്കാൻ തയ്യാറാണ്. ആസ് എ പ്രോബ്ലം ഡ്രിങ്കർ, ഒരു പ്രശ്നബാധിതനായ ഒരു കുടിയൻ എന്ന രീതിയിൽ ഞാൻ എന്തുകൊണ്ടാണ് താങ്കളെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ പുസ്തകത്തിൽ പറയുന്നത് ഔട്ട്ലൈൻ ദ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, എക്സ്പ്ലെയിനിങ് ഹൗ യു മേഡ് സെൽഫ് അപ്രൈസൽ. അതായത് സെൽഫ് അപ്രൈസൽ എന്ന് വെച്ചാൽ 4, 5, 6, 7 പടികൾ നമ്മൾ ഇൻവെന്ററി എടുത്തതിനെ പറ്റിയാണ് പറയുന്നത്. ഹൗ യു സ്റ്റേറ്റൻഡ് ഔട്ട് യുവർ പാസ്റ്റ്. സ്റ്റേറ്റൻഡ് ഔട്ട് യുവർ പാസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള 8, 9 പടികൾ അല്ലെ. 8ാം പടിയിൽ നമ്മൾ അത് ഇൻവെന്ററി എടുക്കുന്നു, 9ാം പടിയിൽ അമൻസ് എടുക്കുന്നു. ആൻഡ് വൈ യു ആർ നൗ എൻഡോവറിങ് ടു ബി ഹെൽപ്ഫുൾ ടു ഹിം. എൻഡോവറിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പരിശ്രമിക്കുന്നത്, അവനെ സഹായിക്കാൻ പരിശ്രമിക്കുക എന്താണെന്ന് അവനെ ബോധിപ്പിക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം ടു റിയലൈസ് ദാറ്റ് യുവർ അറ്റംപ്റ്റ് ടു പാസ് ദിസ് ഓൺ ടു ഹിം പ്ലേസ് എ വൈറ്റൽ പാർട്ട് ഇൻ യുവർ ഓൺ റിക്കവറി. നമ്മളുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന വൈറ്റൽ എന്ന് പറഞ്ഞാൽ ലൈഫ് സപ്പോർട്ടിങ് എന്നാണ്. അപ്പൊ ജീവിതത്തെ സഹായിക്കുന്നതാണ് എന്നുള്ള ആശയം അവനിൽ പറഞ്ഞു കൊടുക്കും. ആക്ച്വലി ഹി മേ ബി ഹെൽപ്പിംഗ് യു മോർ ദാൻ യു ആർ ഹെൽപ്പിംഗ് ഹിം. അതായത് അവൻ നമ്മളെ സഹായിക്കുന്നതിനേക്കാളും എനിക്കാണ് കൂടുതൽ സഹായം ലഭിക്കുന്നത് എന്നുള്ളത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാസിംഗ് അലോങ് ദ മെസ്സേജ് ഓഫ് AA ഈസ് കീ ടു യുവർ ഓൺ റിക്കവറി. അതായത് ഈ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോഴാണ് എന്റെ സുബോധാവസ്ഥയിൽ അല്ലെങ്കിൽ എന്റെ വീണ്ടെടുക്കുന്നതിന് അല്ലെങ്കിൽ എന്റെ സ്വന്തം റിക്കവറിയെ സഹായിക്കുന്നത് എന്നുള്ള ആശയമാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ആക്ച്വലി ദേ മേ ബി ഹെൽപ്പിംഗ് യു മോർ ദാൻ യു ആർ ഹെൽപ്പിംഗ് ദം. അവർ നമ്മളെ കൂടുതൽ സഹായിക്കുകയാണ് ഞാൻ താങ്കളെ സഹായിക്കുന്നതിനേക്കാളും കൂടുതൽ എന്നുള്ള ഒരു നിർദ്ദേശമാണ് അവിടെ പറയുക. Be clear that they are under no obligation to you. Say that you only hope they will try to help other alcoholics when they are on the recovery path. അതായത്
യാതൊരുവിധ ഒബ്ലിഗേഷനും ഇല്ല. അതായത് നമുക്ക് നമ്മളിൽ നിന്ന് അവൻ ചെയ്യാൻ തയ്യാറല്ലാതിരിക്കുകയോ കേൾക്കാൻ തയ്യാറല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരുവിധ എതിർപ്പുമില്ല എന്നുള്ള ഇതാണ് ആ പാരഗ്രാഫിൽ മൊത്തത്തിൽ കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി ഹി മേ ബി ഹെൽപ്പിംഗ് യു മോർ ദാൻ യു ആർ ഹെൽപ്പിംഗ് ഹിം. മേക്ക് ഇറ്റ് പ്ലെയിൻ. പ്ലെയിൻ എന്ന് വെച്ചാൽ വ്യക്തമാക്കുക. ഹി ഈസ് അണ്ടർ നോ ഒബ്ലിഗേഷൻ ടു യു ദാറ്റ് യു ഹോപ്പ് ഓൺലി ദാറ്റ് ഹി വിൽ ട്രൈ ടു ഹെൽപ്പ് അതർ ആൾസോ വെൻ ഹി എസ്കേപ്സ് ഹിസ് ഓൺ ഡിഫിക്കൽട്ടീസ്. അപ്പോ നമ്മൾ അവനെ സഹായിക്കുന്നത് കൂടുതൽ അവൻ നമ്മളെ സഹായിക്കുക എന്ന് പറയുക, അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകണം. സജസ്റ്റ് ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ദാറ്റ് ഹി പ്ലേസ് ദ വെൽഫെയർ ഓഫ് അതർ പീപ്പിൾ എഹെഡ് ഓഫ് ഹിസ് ഓൺ. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് പറയുക. അതുപോലെ തന്നെ മേക്ക് ഇറ്റ് ക്ലിയർ, വീണ്ടും പറയാണ്, വ്യക്തമാക്കുക. ഹി ഈസ് നോട്ട് അണ്ടർ പ്രഷർ. അവന് ഒരു അണ്ടർ പ്രഷറിലല്ല. ദാറ്റ് ഹി നീഡ് സീ യു അഗൈൻ ഇഫ് ഹി ഡോസന്റ് വാണ്ട് ടു. അതായത് അവൻ നമ്മളെ കാണണമെന്നില്ലെങ്കിൽ അവൻ കാണേണ്ടതില്ല. യു ഷുഡ് നോട്ട് ബി ഒഫൻഡഡ്. ഹി വാൻസ് ടു കോൾ ഇറ്റ് ഓഫ്. കോൾ ഇറ്റ് ഓഫ് എന്ന് വെച്ചാൽ കാണൽ നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഫോർ ഹി ഹാസ് ഹെൽപ്ഡ് യു മോർ ദാൻ യു ഹാവ് ഹെൽപ്ഡ് ഹിം. വീണ്ടും പറയുക, അവൻ എന്നെ സഹായിക്കുകയാണ് ചെയ്തത്, ഞാൻ നിന്നെ സഹായിച്ചതിനേക്കാൾ കൂടുതൽ. ഇഫ് യുവർ ടോക്ക് ഹാസ് ബീൻ സെയിൻ, ക്വയറ്റ് ആൻഡ് ഫുൾ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. അതായത് വളരെ ശാന്തവും പരിശുദ്ധിയും ഉള്ളതും പൂർണ്ണമായിട്ടും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലുമായിരിക്കണം നമ്മുടെ സംസാരം. യു ഹാവ് പെർഹാപ്സ് മേഡ് എ ഫ്രണ്ട്. അങ്ങനെയാണ് നമ്മളൊരു കൂട്ടുകാരനെ കണ്ടെത്തുന്നത്. മേ ബി യു ഹാവ് ഡിസ്റ്റർബ്ഡ് ഹിം അബൌട്ട് ദ ക്വസ്റ്റ്യൻ ഓഫ് ആൽക്കഹോളിസം. അതായത് മദ്യാസക്തിയെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളിൽ അവനെ ചില ശല്യപ്പെടുത്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ചിലപ്പോ നല്ലതാണ്. ദിസ് ഈസ് ഓൾ ടു ദി ഗുഡ്. അത് നല്ലതാണ്. ദ മോർ ഹോപ്പ്ലെസ് ഹി ഫീൽസ് ദ ബെറ്റർ. അപ്പോൾ അവന്റെ പ്രതീക്ഷാരഹിതമായിട്ടുള്ള ആ ഒരു രോഗത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് അവന് വിജയിക്കാനായിട്ട് നല്ലതാണ്. ഹി വിൽ ബി മോർ ലൈക്ലി ടു ഫോളോ യുവർ സജഷൻ. നമ്മുടെ നിർദ്ദേശങ്ങൾ അവൻ കൂടുതൽ പിന്തുടരുക എന്നുള്ളതാണ് സാധ്യത കൂടുതൽ. അപ്പോ ആ പാരഗ്രാഫ് എന്താണ് പറയുന്നത്? നമ്മളെ നമ്മളുടെ പ്രോഗ്രാം ഓഫ് റിക്കവറി അല്ലെങ്കിൽ 4, 5, 6, 7 പടികളെ കുറിച്ചും എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ കാലം 8, 9 പടികളിലൂടെ എടുത്തതിനെ കുറിച്ചും താൻ എന്തുകൊണ്ടാണ് താങ്കളെ സഹായിക്കാൻ തയ്യാറാകുന്നത്, എത്ര കഠിനമായിട്ട് പരിശ്രമിക്കുന്നതിനെ കുറിച്ചും പറയുക. അപ്പൊ അയാൾ നിങ്ങളോട് യാതൊരുവിധ കടപ്പാടും ഇല്ലെന്ന് പ്രത്യേകിച്ച് പറയണം. അയാളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ മറ്റുള്ള അമിത മദ്യപാന രോഗികളെ സഹായിക്കാൻ അയാൾ ശ്രമിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ വ്യക്തമാക്കണം. തന്റെ തന്നെ ക്ഷേമത്തെക്കാൾ മുൻപിലായി തൽസ്ഥാനത്ത് മറ്റൊരാളുടെ ക്ഷേമം അഭിലഷിക്കുന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അയാളോട് നിർദ്ദേശിക്കണം. അയാൾ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയനല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുക. അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ വീണ്ടും നിങ്ങളെ കാണേണ്ടതില്ല എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് അയാളെ ധരിപ്പിക്കുക. അയാൾ നിങ്ങളെ കാണാനുള്ള അവസാനിപ്പിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, കാരണം നിങ്ങൾ അയാളെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ സന്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോ നമുക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ സംസാരം ബോധപൂർവവും ശാന്തവും പൂർണ്ണമായും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അയാളെ അമിത മദ്യപാനാസക്തി എന്ന പ്രശ്നത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇതെല്ലാം നല്ലതിന് വേണ്ടിയാണ്. എത്രമാത്രം ആശയറ്റവനായി അയാൾക്ക് തോന്നുവോ അത്രയ്ക്ക് നല്ലതാണ് അയാൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക എന്നതാണ് സാധ്യത കൂടുതൽ. അപ്പോ അടുത്ത് വായിക്കാവോ? എയുടെ മുഴുവൻ പരിപാടിയും പിന്തുടരുന്നതിന്റെ ആവശ്യമില്ല എന്ന് അയാൾ നിങ്ങളോട് കാരണസഹിതം വിവരിച്ചേക്കാം. മറ്റുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് ചെയ്യേണ്ട വീട് വൃത്തിയാക്കൽ, കർശനമായ മനഃശുദ്ധമാക്കൽ എന്ന ആശയത്തെക്കുറിച്ചുള്ള ചിന്തയോട് തന്നെ അയാൾ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. അയാളുടെ അത്തരം വീക്ഷണങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. അയാൾക്ക് തോന്നിയതുപോലെ നിങ്ങൾക്കും തോന്നിയിരുന്നുവെന്ന് അയാളോട് പറയുക. പക്ഷേ വേണ്ടത്ര നടപടികൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നെന്നും അയാളെ ധരിപ്പിക്കുക. നിങ്ങളുടെ ആദ്യ സന്ദർശന സമയത്ത് ആൽക്കഹോളിക് അനോണിമസ് എന്ന കൂട്ടായ്മയെക്കുറിച്ച് അയാളോട് പറയുക. അയാൾ എന്തെങ്കിലും താല്പര്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പുസ്തകത്തിന്റെ കോപ്പി അയാൾക്ക് നൽകുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ വിസിറ്റ് ആണിത്. അതായത് നമ്മൾ അതിനു മുമ്പ് കാണുന്നുണ്ട്. അതായത് പേജ് നമ്പർ 91 വെൻ യുവർ മാൻ ഈസ് ബെറ്റർ ദ ഡോക്ടർ മൈറ്റ് സജസ്റ്റ് എ വിസിറ്റ്. വിസിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിസിറ്റ്, ഫസ്റ്റ് വിസിറ്റ് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് വിസിറ്റിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാം ഓഫ് റിക്കവറിയെ പറ്റിയൊക്കെ ചെറുതായിട്ട് പറയുന്നതിന് ശേഷം അദ്ദേഹം നമുക്ക് തരുന്ന മറ്റൊരു നിർദ്ദേശമാണ് ഇഫ് ദ പ്രോബ്ലം ഡ്രിങ്കർ റെസിസ്റ്റ് എ എതിർത്താലോ, എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ എതിർത്താൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ ആ പാരഗ്രാഫ് പറയുന്നത് യുവർ ന്യൂ ഫ്രണ്ട് മേ ഗിവ് റീസൺസ് വൈ ദേ ഡോണ്ട് നീഡ് ടു കംപ്ലീറ്റ് ഓൾ ദ പ്രോഗ്രാം. അപ്പൊ അവർ പല കാരണങ്ങൾ പറഞ്ഞേക്കാം. ഈ പ്രോഗ്രാം പൂർത്തിയാക്കേണ്ടത് ഇല്ലാത്തതിന്റെ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞേക്കാം. ദേ മേ റിബൽ,
at the thought of doing a thorough house cleaning. അതായത് നമ്മുടെ ഇൻവെന്ററി എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പക്ഷെ അവര് റിബൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ച അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ എതിർത്ത് സംസാരിക്കാം, ഒരു നിഷേധഭാവം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന 4-ാം പടിയെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ 5-ാം പടി മറ്റൊരാളുടെ അടുത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 6-7 പടിയിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം 6-ാം പടിയിൽ കണ്ടുപിടിച്ചതിന് ശേഷം 7-ാം പടിയിൽ അത് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പറയാൻ സാധ്യതയുണ്ട്. ഡോണ്ട് ആർഗ്യൂ വിത്ത് ദം. അവരോട് ഒരിക്കലും തർക്കത്തിൽ ഏർപ്പെടരുത്. ടെൽ ദം യു വൺസ് ഫെൽറ്റ് ദ സെയിം വേ. ഒരിക്കൽ നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നിയെന്ന് അയാളോട് പറയാം. സേ യു ഡോണ്ട് തിങ്ക് യു വുഡ് ഹാവ് മേഡ് മച്ച് പ്രോഗ്രസ് ഇഫ് യു ടുക്ക് നോ ആക്ഷൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ആക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാകില്ല എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. അൺലെസ് യുവർ ഫ്രണ്ട് വാണ്ട്സ് ടു ടോക്ക് ഫർദർ അബൌട്ട് ദെയർ ഓൺ എക്സ്പീരിയൻസ്, ഡോണ്ട് ഫോഴ്സ് ദം. അതായത് വീണ്ടും അവന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹമില്ലെങ്കിൽ അവനെ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ടതില്ല. യു ഡോണ്ട് വാണ്ട് ടു വെയർ ഔട്ട് യുവർ വെൽക്കം. അതായത് നമ്മളുടെ ആ സ്വാഗതം അവൻ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഇതാകേണ്ടതില്ല. ഗിവ് ദം എ ചാൻസ് ടു തിങ്ക് ഇറ്റ് ഓവർ. അവന് ഒരു ചിന്തിക്കാനുള്ള സമയം കൊടുക്കുക. ഇഫ് യു ഡു സ്റ്റേ, ലെറ്റ് ദം സ്റ്റിയർ ദ കോൺവെർസേഷൻ ഇൻ എനി ഡയറക്ഷൻ ദേ വാണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാണോ ഈ സംഭാഷണം തുടരേണ്ടതുള്ളത് ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കട്ടെ. സംടൈംസ് എ പേഴ്സൺ ഈസ് ആൻഷ്യസ് ടു സ്റ്റാർട്ട് ദ പ്രോഗ്രാം റൈറ്റ് അവേ. ചില ആളുകള് പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാം ഓഫ് റിക്കവറി അല്ലെങ്കിൽ ആൽക്കഹോളിസംസിന്റെ പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഉത്കണ്ഠയുള്ളവരായിരിക്കും. യു മേ ബി ടെംപ്റ്റഡ് ടു ലെറ്റ് ദം ഡു ജസ്റ്റ് ദാറ്റ്. അപ്പൊ നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്താൽ നമ്മൾ അവരെ അങ്ങനെ പ്രേരിപ്പിക്കും. സംടൈംസ് ദിസ് ഈസ് എ മിസ്റ്റേക്ക്. ചില സമയങ്ങളിൽ ഇതൊരു തെറ്റാണ്. ഇഫ് ദ പ്രോബ്ലം ഡ്രിങ്കർ ഹാസ് ട്രബിൾ ലേറ്റർ ഓൺ, ദേ മേ സേ യു മേഡ് ദം ഫീൽ റഷ്ഡ്. അതായത് നമ്മൾ അവനെ പെട്ടെന്ന് തന്നെ തിടുക്കം കൂട്ടിച്ചു എന്നും ഒക്കെ പരാതി പറയാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, 1 വർഷം കഴിഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്താൽ മതി, 2 മാസം ചെയ്തിട്ട് മതി, നീ വന്നല്ലേ ഉള്ളൂ, കൂടി നിർത്തിയിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബുക്ക് ഇപ്പോൾ പറയുന്ന ബേസിലാണെങ്കിൽ തെറ്റാണ്. കാരണം അവൻ സ്വയം ചിന്തിക്കട്ടെ എപ്പോഴാണ് അവൻ പ്രോഗ്രാം ചെയ്യണം. യു വിൽ ബി മോസ്റ്റ്, നമുക്കൊക്കെ ഇവിടെ പറയുന്നത് day 1 മുതൽ, ആദ്യത്തെ ദിവസം മുതൽ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. യു വിൽ ബി മോസ്റ്റ് സക്സസ്ഫുൾ വിത്ത് അതർ ആൾക്കാർ ഇഫ് യു ഡോണ്ട് ആക്ട് പുഷി ഓർ ജഡ്ജ്മെന്റൽ. അതായത് നമ്മൾ ആരെയെങ്കിലും തള്ളി ഇറക്കുകയോ വിധി കൽപ്പിക്കുകയോ ഒക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിജയ സാധ്യതയുണ്ടാകും. നെവർ ടോക്ക് ഡൗൺ ടു an alcoholic ഫ്രം എനി മോറൽ ഓർ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്. അതായത് ഒരു മദ്യാസക്തനോട് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ, നമ്മുടെ ഫസ്റ്റ് വിസിറ്റ് ആണ്, അപ്പൊ സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ അവനോട് ഇത് പറയരുത്. ഏത് ഒരു ധാർമ്മികതയുടെയോ ആത്മീയമായ അടിസ്ഥാനത്തിലോ അല്ല സംസാരിക്കുന്നത്. ജസ്റ്റ് ലേ ഔട്ട് ദ കിറ്റ് ഓഫ് സ്പിരിച്വൽ ടൂൾസ് ഫോർ ദം ടു ലുക്ക് ഇറ്റ്. അതായത് നമ്മളുടെ ഈ ആത്മീയമായിട്ടുള്ള നമുക്കറിയാം, നമ്മുടെ ആത്മീയ ഈ ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? സത്യസന്ധത, വിശ്വാസം, അങ്ങനെയൊക്കെ പറയുന്ന കുറെ 12 ടൂൾസുകളുണ്ട്. അതാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. നമ്മൾ 12 പടികളിൽ പറയുന്ന ഓരോ പടിക്കും ഓരോ തത്വമുണ്ട്. ആ തത്വം അവർക്ക് കൊടുക്കുക. ജസ്റ്റ് ലേ ഔട്ട് കിറ്റ് ഓഫ് സ്പിരിച്വൽ ടൂൾസ്, ഷോ ദം ഹൗ ദ ടൂൾസ് വർക്ക്ഡ് ഫോർ യു. അതായത് ആ തത്വങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത്. ഓഫർ ദം ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. അതായത് 2 കാര്യങ്ങളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സൗഹൃദം, പിന്നെ നമ്മുടെ കൂട്ടായ്മ. സൗഹൃദവും കൂട്ടായ്മയുമാണ് നമ്മൾ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ടെൽ ദം ദാറ്റ് ഇഫ് ദേ വാണ്ട് ടു ഗെറ്റ് വെൽ യു വിൽ ഡു എനിത്തിങ് ടു ഹെൽപ്പ്. അതായത് നിങ്ങൾക്ക് സുഖപ്പെടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്നും പുറത്തു കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അവരറിയേണ്ടത്. ഇഫ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ദ വർക്ക് ഓഫ് എ, യു വിൽ നോ. നമുക്ക് മനസ്സിലാവും. അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇഫ് ദ പേഴ്സൺ വാണ്ട്സ് യു ടു ലെൻഡ് ദ മണി ഓർ ആക്ട് ലൈക്ക് എ നേഴ്സ്, അതായത് നമ്മളിൽ നിന്ന് പണം കടം വാങ്ങാനോ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സായി മാറാനോ, when they go on drinking sprees, you might even stop helping them. അതായത് നമ്മളെ ഒരു ഡോക്ടറായിട്ടോ നേഴ്സായിട്ടോ അല്ലെങ്കിൽ പണം തരുന്ന ബാങ്കറായിട്ടോ നമ്മളെ കാണുന്നെങ്കിൽ നമ്മൾ പിന്നെ മുന്നോട്ട് അവനെ സഹായിക്കേണ്ടതില്ല. യു വിൽ നീഡ് ടു വെയിറ്റ് അൻറ്റിൽ ദേ ചേഞ്ച് their own mind. അവന്റെ സ്വന്തം മനസ്സ് മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ദിസ് മൈറ്റ് നോട്ട് ഹാപ്പൻ അൻറ്റിൽ ദേ ഗെറ്റ് ഹർട്ട് സം മോർ. അതായത് ഈ തരത്തിലുള്ള ഒരു മനസ്സ് മാറൽ വരണമെങ്കിൽ ഈ കുടിയുടെ കാലഘട്ടത്തിലൂടെ കുറച്ചും കൂടി ദൂരം നടന്ന് അവന് കൂടുതൽ ദ്രോഹവും അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളും വരുമ്പോഴാണ് അവന്റെ ആ മനസ്സ് മാറൽ ഉണ്ടാവുകയുള്ളൂ. ഇഫ് ദേ ആർ ട്രൂലി ഇൻട്രസ്റ്റഡ് ആൻഡ് വാണ്ട് ടു സീ യു അഗൈൻ, നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ ആസ്ക് ദം ടു റീഡ് ദിസ് ബുക്ക് ബിഫോർ യുവർ നെക്സ്റ്റ് മീറ്റിംഗ്. അതായത് നമ്മളുടെ ബുക്ക് കൊടുത്തിട്ട്, വേറൊരു പുതിയ ബുക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇത് വായിച്ചിട്ട്
അടുത്ത മീറ്റിംഗിൽ കാണാമെന്ന് പറയുക. ആഫ്റ്റർ ഡൂയിങ് ദാറ്റ് ദേ മസ്റ്റ് ഡിസൈഡ് ഓൺ ദെയർ ഓൺ വെദർ ഓർ നോട്ട് ടു ഗോ ഓൺ. അപ്പോഴോ അവർക്ക് മനസ്സിലാകും ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കാര്യം അവർ ചിന്തിക്കും. ദേ ഷുഡ് നോട്ട് ബി പുഷ്ഡ് ഓർ പ്രോഡഡ് ബൈ യു ദെയർ ഫാമിലി ഓർ ദെയർ ഫ്രണ്ട്സ്. അതായത് അവർ ഒരിക്കലും അവരുടെ ഭാര്യയാലോ കുടുംബത്താലോ മറ്റ് കൂട്ടുകാരാലോ അവര് വലിച്ചഴക്കപ്പെടരുത്. ഇഫ് ദേ ആർ ടു കണക്ട് വിത്ത് എ ഹയർ പവർ ദ ഡിസയർ മസ്റ്റ് കം ഫ്രം വിത്തിൻ. അതായത് അവർക്ക് ഒരു ഉന്നത ശക്തിയായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹം ആ വഴിക്ക് തന്നെ വരും. ഇഫ് ദ ഇൻഡിവിജ്വൽ തിങ്സ് ദേ ക്യാൻ സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഇൻ സം അതർ വേ ഓർ പ്രൊഫസ് സം അതർ സ്പിരിച്വൽ അപ്രോച്ച് എൻകറേജ് ടു ഡു. അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ആത്മീയ വഴിക്ക് നീങ്ങാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് മദ്യപാനം നിർത്താനോ അവർ ശ്രമിക്കുന്നെങ്കിൽ അവർ ആ വഴിക്ക് നീങ്ങാനായിട്ട് നമ്മൾ അനുവദിക്കണം. വാട്ട് ദേ തിങ്ക് ഈസ് ബെറ്റർ ഫോർ ദം. അവർക്ക് നല്ലത് എന്താണോ അവർ തെരഞ്ഞെടുക്കട്ടെ. എ ഡസ് നോട്ട് ബിലീവ് ദെയർ ഇസ് വൺ റൈറ്റ് പാത്ത് ടു ഫെയ്ത്ത്. അതായത് ആൽക്കോളിക്സ് അനോണിമസ് ഒരിക്കലും ഇതാണ് ശരിയായ വഴി അല്ലെങ്കിൽ വിശ്വാസത്തിലേക്കുള്ള ശരിയായ വഴി ഇതാണെന്നുള്ള ഒരു മൊണോപ്പൊളി, ഒരു കുത്തകാവകാശം എനിക്കില്ല. വി ജസ്റ്റ് ഹാവ് ആൻ അപ്രോച്ച് ദാറ്റ് വർക്ക്ഡ് ഫോർ അസ്. അതായത് നമുക്കുള്ള സമീപനം എന്താണ്? എന്റെ സമീപനം എനിക്ക് വർക്കാവുന്ന രീതിയിലാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് വർക്കാവുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ ഈച്ച് ഓഫ് ദ എ മെമ്പേഴ്സ്, ഓരോ എ മെമ്പേഴ്സും ആ അപ്രോച്ചാണ് ആൽക്കോളിക്സ് അനോണിമസ് സ്വീകരിക്കുക. ബട്ട് പോയിന്റ് ഔട്ട് ദാറ്റ് വി ആൽക്കോളിക്സ് ഹാവ് എ ലോട്ട് ഓഫ് ഇൻ കോമൺ ആൻഡ് യു ഹാവ് ലൈക്ക് കീപ് ഇൻ ടച്ച്. അപ്പോ മദ്യാസക്തരായ നമുക്കെല്ലാവർക്കും ചില പൊതുവായിട്ടുള്ള രീതിയുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാം. ലെറ്റ് ഇറ്റ് ഗോ അറ്റ് ദാറ്റ്. അങ്ങനെ അതിൽ തുടർന്ന് പോകണം. ഡോണ്ട് ബി ഡിസ്കറേജ്ഡ് ഇഫ് യുവർ ന്യൂ ഫ്രണ്ട് ഡസന്റ് ജോയിൻ എ. അതായത് നമ്മൾ സന്ദേശം കൊടുക്കുന്ന ആള് എയിൽ ചേർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് അധൈര്യപ്പെടുകയോ മനസ്സ് മടുക്കുകയോ ചെയ്യരുത്. റൈറ്റ് അവേ അങ്ങനെ തന്നെ നേരിട്ട്, അതായത് ഉടനെ തന്നെ അവൻ എയിൽ വന്നില്ല എന്ന് വെച്ച് നമ്മൾ അധൈര്യപ്പെടരുത്. ഫൈൻഡ് അനദർ ആൽക്കോൾ ആൻഡ് ട്രൈ അഗൈൻ. മറ്റൊരു മദ്യാസക്തനെ കണ്ടുപിടിച്ചതിന് ശേഷം ട്രൈ ചെയ്യണം. ഇറ്റ് വോണ്ട് ടേക്ക് ലോങ് ടു ഫൈൻഡ് സമൺ ഡെസ്പറേറ്റ് എനഫ് ടു അക്സെപ്റ്റ് വാട്ട് യു ഓഫർ. അതായത് നമ്മൾ കൊടുക്കുന്ന ഈ സന്ദേശം സ്വീകരിക്കാനായിട്ട് ആരെങ്കിലും ഒരാളെ നമുക്ക് തീർച്ചയായും, അതായത് ആവശ്യമുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തും. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ടു കീപ് ചേസിങ് സമൺ ഹു കനോട്ട് ഓർ വിൽ നോട്ട് വർക്ക് വിത്ത് യു. അതായത് നമ്മളുമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ ചേസ് ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് സമയം വേസ്റ്റ് ആക്കുന്നത് മറ്റൊരു ആവശ്യക്കാരനായ മദ്യാസക്തനിലേക്ക് തിരിയാതിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ഇഫ് യു ഹാവ് സച്ച് എ പേഴ്സൺ അലോൺ ദേ മേ സൂൺ റിയലൈസ് ദാറ്റ് ദേ കനോട്ട് റിക്കവർ ബൈ ദംസെൽഫ്. അപ്പോ ആ മനുഷ്യനെ വെറുതെ വിടുകയാണെങ്കിൽ, തനിയെ വിടുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും അവർക്ക് തന്നെ നിർത്താൻ കഴിയുകയില്ല. ടു സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ എനി വൺ പേഴ്സൺ മീൻസ് ഡിനൈങ് സം അതർ ആൽക്കോളിക് ദ ചാൻസ് ടു ലൈവ് ആൻഡ് ബി ഹാപ്പി. അതായത് ജീവിതത്തിൽ വിജയിക്കാനും ജീവിതത്തിൽ ആൽക്കോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം സ്വീകരിക്കാനുമായിട്ട് തയ്യാറെടുക്കുന്ന ഒരാളിലേക്ക് സന്ദേശം എത്തിക്കുന്ന സമയം നമ്മൾ ഇത് ആവശ്യമില്ലാത്ത ഒരാളുടെ പുറകെ നടന്ന് കളയരുത് എന്നുള്ള കാര്യമാണ് അവിടെ പറയുക. വൺ മെമ്പർ ഓഫ് അവർ ഫെലോഷിപ്പ് ഫെയിൽഡ് കംപ്ലീറ്റ്ലി വിത്ത് ഹിസ് ഫസ്റ്റ് 6 പ്രോബ്ലം ഡ്രിങ്കേഴ്സ്. അതായത് ആദ്യത്തെ 6 മാസം ബിൽ ഡബ്ല്യുവിനെ പറ്റിയാണ് പറയുന്നത്. ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ അനേകം പേർക്ക് ഈ സന്ദേശം കൊടുത്തുകൊണ്ട് അദ്ദേഹം നടന്നു, പക്ഷെ ആരും സുബോധവാനായില്ല. He often says that if he had continued to work on them, he would not have been able to help others who wanted to recover. അപ്പോ അവൻ പറയുന്നത്, he often says that if he had continued to work on them, he would not have been able to help others who wanted to recover. അപ്പോ ഈ പറയുന്ന 6 മാസം അദ്ദേഹം ഒരു സുവിശേഷ പ്രചാരകനെ പോലെയാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് പലപ്പോഴും അവിടെ പലരും റിക്കവർ ആവാതിരുന്നത്. പിന്നീട് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റൽ ഡോക്ടറായ സിൽക്ക്വർത്താണ് അദ്ദേഹത്തിന് ഇത്തരം ആശയങ്ങൾ കൊടുക്കുന്നത്. അപ്പോ അനേകം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ നമ്മളിലേക്ക് നമ്മുടെ പ്രോഗ്രാം ഫോളോ ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. യുവർ കാൻഡിഡേറ്റ് മേ ഗീവ് റീസൺസ് വൈ ഹി ഡിഡ് നോട്ട് ഫോളോ ഓഫ് ദ പ്രോഗ്രാം. ഹി മേ റിബൽ. നമ്മൾക്ക് എതിർത്ത് സംസാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഈ ഹൗസ് ക്ലീനിങ്ങിന് താല്പര്യമില്ല. അതുപോലെ തന്നെ 5-ാം പടി വിച്ച് റിക്വയർസ് ഡിസ്കഷൻ വിത്ത് അതർ പീപ്പിൾ. മറ്റ് ആളുകളുമായിട്ട് സംസാരിക്കേണ്ട 5-ാം പടി ചെയ്യാൻ താല്പര്യം. ഡു നോട്ട് കോൺട്രഡിക്ട് സച്ച് വിത്ത് വ്യൂസ്. അതെന്ന് വെച്ചാല് അത്തരം കാഴ്ചപ്പാടുകളെ നമ്മൾ എതിർക്കേണ്ടതില്ല. ടെൽ ഹിം യു വൺസ് ഫെൽറ്റ് ആസ് ഹി ഡസ് ബട്ട് യു ഡൗട്ട് വെദർ യു വുഡ് ഹാവ് മേഡ് മച്ച് പ്രോഗ്രസ് ഹാഡ് യു നോട്ട് ടേക്കൻ ആക്ഷൻ. അപ്പൊ ഇത്തരം പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ കൂടുതൽ വിജയം വരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ഇതെന്താണ്, ഓൺ യുവർ ഫസ്റ്റ് വിസിറ്റ്. ഈ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോൺവെർസേഷൻ ആണ്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പോകുമ്പോൾ ചെയ്യുന്ന കോൺസെപ്റ്റ് ടെൽ ഹിം അബൌട്ട് ദ ഫെലോഷിപ്പ് ഓഫ് ആൽക്കോഹോളിസം. അപ്പൊ ആദ്യത്തെ വിസിറ്റിൽ നമ്മൾ എന്താണ് പറയുന്നത്?
ഫെലോഷിപ്പ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ കൂട്ടായ്മയെ പറ്റിയും അതിൽ എന്റെ പങ്കാളിത്തത്തെ പറ്റിയും എനിക്ക് എങ്ങനെ അത് അനുഭവപ്പെടുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇഫ് ഹി ഷോസ് ഇൻട്രസ്റ്റ് ലെൻഡ് ഹിം യുവർ കോപ്പി ഓഫ് ദ ബുക്ക്. അപ്പൊ അതിനകത്ത് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു കോപ്പി കൊടുക്കുക എന്നുള്ളതാണ്. അൺലെസ് യുവർ ഫ്രണ്ട് വാണ്ട്സ് ടു ടോക്ക് ഫർദർ അബൌട്ട് ഹിംസെൽഫ്, ഡു നോട്ട് വെയർ ഔട്ട് യുവർ വെൽക്കം, ഗിവ് ഹിം എ ചാൻസ് ടു തിങ്ക് ഇറ്റ് ഓവർ. അപ്പൊ നമ്മളുടെ സ്വാഗതം അല്ലെങ്കിൽ ഫെലോഷിപ്പിലേക്കുള്ള സ്വാഗതം അവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം കൊടുക്കുക. ഇഫ് യു ഡു നോട്ട് ഡു സേ ലെറ്റ് ഹിം സ്റ്റിയർ ദ കോൺവെർസേഷൻ ഇൻ എനി ഡയറക്ഷനിലേക്ക്. അപ്പൊ അവന്റെ സംഭാഷണം ഏതെങ്കിലും തലത്തിലേക്ക് തിരിച്ചുവിടുക. സംടൈംസ് ന്യൂമാൻ ഇൻ ആൻഷ്യസ് ടു പ്രൊസീഡ് അറ്റ് വൺസ് ആൻഡ് യു മേ ബി ടെംപ്റ്റഡ് ടു ലെറ്റ് ഹിം ദിസ് ഈസ് സംടൈംസ് എ മിസ്റ്റേക്ക്. അപ്പൊ വലിച്ചടച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം അവനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് അവനെ നെവർ ടോക്ക് ഡൗൺ ടു ആൽക്കഹോൾ ഫ്രം എനി മോറൽ ആൻഡ് സ്പിരിച്വൽ ഹിൽ ടോപ്പ്. അപ്പൊ ധാർമ്മികതയുടെയും ആത്മീയതയുടെയും മലമുകളിൽ നിന്നുകൊണ്ട് അവനോട് സംസാരിക്കരുത്. നമ്മുടെ കിറ്റ് അവന്റെ മുമ്പിലേക്ക് ഇടുക. ഫോർ ദ ഇൻസ്പെക്ഷൻ, ഓഫർ ഹിം ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്, ടെൽ ഹിം ദാറ്റ് ഇഫ് ഹി വാണ്ട്സ് ടു ഗെറ്റ് വെൽ യു വിൽ ഡു എനിത്തിങ് ടു ഹെൽപ്പ്. അപ്പൊ അവനെ സഹായിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് എന്നുള്ള ഭാഗമാണ് റോമിൽ വായിച്ചതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. അപ്പൊ അടുത്ത് വായിക്കാവോ? അയാളെ കുറിച്ച് തന്നെ വീണ്ടും സംസാരിക്കുവാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ ആ ആളെ സന്ദർശിച്ച് സമയം പാഴാക്കാതിരിക്കുക. ആലോചിക്കുന്നതിനായി അയാൾ അവസരം കൊടുക്കുക. സംസാരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് സംഭാഷണം തിരിച്ചുവിടുവാൻ അനുവദിക്കുക. ചിലപ്പോൾ ഒരു പുതിയ മനുഷ്യന് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടാകുകയും അങ്ങനെ ചെയ്യുന്നതിന് അയാളെ അനുവദിക്കാൻ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുകയും ചെയ്തേക്കാം. ചിലപ്പോൾ ഇത് തെറ്റായ രീതിയാകാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പരിവർത്തനത്തിനോ ഉഗ്രസമരത്തിനോ ആശിക്കുന്ന ആളാണ് എന്ന് പ്രദർശിപ്പിച്ചു നടക്കാത്തിടത്തോളം കാലം അമിത മദ്യപാന രോഗികളോട് നിങ്ങൾ വളരെയേറെ വിജയിക്കും. എന്തെങ്കിലും ധാർമ്മികതയുടെയോ ആധ്യാത്മികതയുടെയോ മേൽനോട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു അമിത മദ്യപാന രോഗിയോട് ഒരിക്കലും സംസാരിക്കാതിരിക്കുക. ആത്മീയതയുടെ ഉപകരണങ്ങളടങ്ങിയ കൊച്ചു സഞ്ചി അയാൾക്ക് പരിശോധിക്കുന്നതിനായി മുമ്പിൽ ഇട്ടുകൊടുക്കുക. ഇതെങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിച്ചുവെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുക. സൗഹൃദവും കൂട്ടായ്മയും അയാൾക്ക് വാഗ്ദാനം ചെയ്യുക. അയാൾ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സഹായിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുവാനും നിങ്ങൾ തയ്യാറാണെന്ന് അയാളോട് പറയുക. നിങ്ങളുടെ പ്രശ്നപരിഹാര മാർഗത്തോട് അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ, അഥവാ അയാളുടെ പണസംബന്ധമായ ബുദ്ധിമുട്ട് സമയത്ത് ഒരു ബാങ്കറായും അയാളെ കുടിച്ചു കൂത്താടലുകളിൽ ഒരു നേഴ്സായും നിങ്ങൾ പ്രവർത്തിക്കാനാണ് അയാൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അയാളുടെ മനസ്സു മാറുന്നതുവരെ നിങ്ങൾ അയാളെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. കൂടുതൽ സ്വയം ദ്രോഹം ചെയ്തു കഴിയുമ്പോൾ ഇത് അയാൾ തന്നെ ചെയ്തേക്കാം. അയാൾ ആത്മീയമായി താല്പര്യമുള്ളവനും വീണ്ടും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവനുമാണെങ്കിൽ ഈ പുസ്തകം ഇടവേളകളിൽ വായിക്കുവാൻ അയാളോട് പറയുക. അപ്രകാരം ചെയ്തതിനു ശേഷം ഇനി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് അയാൾ തന്നെ തീരുമാനിക്കണം. അയാൾ നിങ്ങളാലോ അയാളുടെ സുഹൃത്തുക്കളാലോ ഭാര്യയാലോ തള്ളിയിറക്കപ്പെടുകയോ ധൃതിപൂർവം നിർബന്ധിക്കപ്പെടുകയോ ചെയ്യരുത്. അയാൾക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഇക്കാര്യം വേറെ രീതിയിൽ ചെയ്യുവാൻ അയാൾ കരുതുന്നുവെങ്കിൽ, അതല്ല മറ്റേതെങ്കിലും ആത്മീയമായ സമീപനം അയാൾ അഭിലഷിക്കുന്നുവെങ്കിൽ, അയാളുടെ തന്നെ മനസാക്ഷിയെ പിന്തുടരാൻ അയാളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കുത്തകയൊന്നുമില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ശരിയായി തീർന്ന ഒരു സമീപനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അമിത മദ്യപാന രോഗികളായ ഞങ്ങൾക്ക് പലതും പൊതുവായി ഉണ്ടെന്നും ഏത് സ്ഥിതിയിലും സൗഹൃദപൂർവ്വം വർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുക. അതങ്ങനെ തുടരുന്നതാണ് നല്ലത്. നിങ്ങൾ രക്ഷിക്കാനെത്തിയ ആൾ പെട്ടെന്ന് പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിരുത്സാഹം തോന്നരുത്. മറ്റൊരു അമിത മദ്യപാന രോഗിയെ കണ്ടെത്തി വീണ്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് നൽകുവാനുള്ളത് താല്പര്യപൂർവ്വം സ്വീകരിക്കുവാൻ തയ്യാറുള്ളത്ര കൊടും നിരാശയായതുകൊണ്ട് ക്ലേശിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും. നിങ്ങളോടൊത്ത് പ്രവർത്തിക്കുകയോ അതിന് കഴിയുകയോ ചെയ്യാത്ത ഒരാളെ പിന്തുടരുന്നത് സമയം മെനക്കെടുത്തലായിരിക്കുമെന്ന് ഞങ്ങൾ കാണുന്നു. അത്തരമൊരാളെ നിങ്ങൾ ഒറ്റയ്ക്ക് വിടുകയാണെങ്കിൽ തനിക്ക് ഒറ്റയ്ക്ക് രോഗമുക്തി പ്രാപിക്കുവാൻ കഴിയില്ലെന്ന് വളരെ പെട്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടേക്കും. ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിന് തന്നെ വേണ്ടതിലധികം സമയം ചെലവഴിക്കുന്നത് മറ്റുള്ള അമിത മദ്യപാന രോഗികൾക്ക് സന്തോഷിക്കുവാനും ജീവിക്കുവാനുമുള്ള അവസരം നിഷേധിക്കലാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരാൾ രക്ഷിക്കാൻ ശ്രമിച്ച ആദ്യത്തെ അരഡസൻ ആളുകളും പരാജയപ്പെടുകയുണ്ടായി. അവരോടൊത്ത് പ്രവർത്തനം തുടർന്നിരുന്നുവെങ്കിൽ പിന്നീട് രക്ഷപ്പെട്ട പലരുടെയും അവസരം താൻ നഷ്ടപ്പെടുത്തിയേനെ എന്ന് അയാൾക്ക് പലപ്പോഴും പറയുമായിരുന്നു.
നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഒരാളെ കാണാൻ പോവുകയാണെന്ന് കരുതുക. അയാൾ ഈ അധ്യായം വായിച്ചിട്ട് രോഗമുക്തിക്കായുള്ള 12 പടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നിങ്ങളോട് പറയുന്നു. സ്വയം ഇക്കാര്യത്തിൽ അനുഭവസമ്പന്നത ഉള്ളതുകൊണ്ട് ധാരാളം പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നു. അയാളുടെ കഥകൾ പറയുവാനും ഒരു തീരുമാനമെടുക്കുവാനും അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സദാ ലഭ്യനായിരിക്കുമെന്ന് അയാളെ അറിയിക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ അയാൾ മറ്റൊരാളുമായി ബന്ധപ്പെടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അയാളെ നിർബന്ധിക്കാതിരിക്കുക. അയാൾ വീടില്ലാത്തവനും തകർന്ന തരിപ്പണമായവനും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ജോലി ലഭിക്കുവാൻ അയാളെ സഹായിക്കുക. അതുമല്ലെങ്കിൽ ചെറിയൊരു സാമ്പത്തിക സഹായം അയാൾക്ക് നൽകുക. പക്ഷേ നിങ്ങളുടെ കടക്കാർക്ക് കൊടുക്കുവാനുള്ള പൈസയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ചെല്ലുന്ന പൈസയെയോ ഇത് ബാധിക്കരുത്. കുറച്ചു ദിവസത്തേക്ക് ഈ മനുഷ്യനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നേക്കാം. പക്ഷേ ശരിയായ വിവേചന ശക്തി നിങ്ങൾ പ്രയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വീട്ടിൽ അയാൾ സ്വാഗതം ചെയ്യപ്പെടും എന്ന് ഉറപ്പാക്കുക. പണത്തിനും ബന്ധങ്ങൾക്കും തല ചായ്ക്കാനുമുള്ള ഇടത്തിനും വേണ്ടി അയാൾ സ്വയം നിങ്ങളെ നിർബന്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ അനുവദിച്ചാൽ അയാളെ നിങ്ങൾ ദ്രോഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അയാൾ ആത്മാർത്ഥതയില്ലാത്തവനായിരിക്കുക എന്നത് സുസാധ്യമാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ രോഗമുക്തിക്ക് എന്നതിനേക്കാൾ അയാളുടെ നാശത്തിനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യ ഭാഗത്ത് ഞാൻ റോമിൽ വായിച്ച ഭാഗത്തിന്റെ ഇംഗ്ലീഷ് ഭാഗം ഓൾറെഡി ഞാൻ സംസാരിച്ചാണ്. അപ്പൊ എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് പോവാണ്. ഇഫ് ഈസ് നോട്ട് ഇൻഡിസ്റ്റിൻഡ് സൊല്യൂഷൻ, നമ്മുടെ ഈ സൊല്യൂഷന് അവന് വില്ലിങ്നെസ്, അവന് താല്പര്യം ഇല്ലെങ്കിൽ നമ്മളെ വിട്ടുകളയുക. നമ്മൾ ബാങ്കറെ പോലെ പെരുമാറരുത്, നമ്മൾ നേഴ്സായിട്ട് പെരുമാറരുത്, നമ്മൾ വെയിറ്റ് ചെയ്യണം. അവന്റെ സ്പ്രീസ് എന്ന് പറഞ്ഞാൽ അവന്റെ മദ്യത്തിന്റെ ഒരു മതിച്ചുല്ലസിക്കന്. സ്പ്രീസ് എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെ മതിച്ചുല്ലസിക്കൽ മാത്രമല്ല, അവൻ ചിലപ്പോൾ ഗാംബ്ലർ ആയിരിക്കാം, ചീട്ടുകളിക്കാരനായിരിക്കാം, മറ്റ് ദുശീലങ്ങൾ അവനുണ്ടാവും. പണം കൊടുത്ത് പല ക്ലബ്ബുകളിൽ പോകുന്ന ദുശീലങ്ങളുണ്ടാവും, മറ്റ് എല്ലാ കാര്യങ്ങളും. ഒന്ന് അവന്റെ മനസ്സ് മാറുന്ന പോലെ, അതിൽ നിന്നെല്ലാം ഹെർട്ടായി അവന്റെ മനസ്സ് മാറുന്നത് പോലെ അവനെ വെറുതെ വിടണം. അവൻ ശരിയായിട്ടുള്ള ഒരു ആഗ്രഹത്തോടുകൂടി തിരിച്ചു വരട്ടെ. നമ്മളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബുക്ക് കൊടുക്കണം. അപ്പൊ നമ്മളെ പുഷ് ചെയ്യരുത്. അതായത് പ്രോഡഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. നമ്മളിപ്പോ കൂട്ടുകാരാലോ പ്രചോദനോ ഒരു പ്രേരിപ്പിക്കലോ ഭാര്യയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ വരരുത്. കാരണം അവൻ സ്വയം പീഡിപ്പിക്കപ്പെട്ട് മനോവേദനയാല് നമ്മുടെ അടുത്ത് വന്നാലാണ് അവന് നമ്മുടെ ഈ പ്രോഗ്രാം മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇഫ് ഹി തിങ്സ് ഹി ഡു ജോബ് ഇൻ സം അതർ, മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ അവൻ തയ്യാറാണ് എങ്കിൽ അവൻ ആ വഴിക്ക് പോകട്ടെ. നമുക്ക് ദൈവത്തെ കൊണ്ട് കുത്തകയില്ല. അപ്പോ ബട്ട് പോയിന്റ് ഔട്ട് ദാറ്റ് വി ആൾസോ ഹാവ് മച്ച് ഇൻ കോമൺ ആൻഡ് ലൈക്ക് ഇൻ കേസ് ബൈ ഫ്രണ്ട്ലി ലെറ്റ് ഇറ്റ് ഗോ ദാറ്റ്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ പൊതുവായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ പ്രോസ്പെക്ട്, അതായത് നമ്മൾ ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ കൂട്ടുകാരൻ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അവനെ അങ്ങനെ വിടണം. അല്ലെങ്കിൽ അവൻ മറ്റു ആൽക്കഹോളിക്കിനെ അവനെ വെറുതെ വിട്ടുകൊണ്ട് മറ്റു ആൽക്കഹോളിക്കിനെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ സമയം കളയാതെ അടുത്ത ആളിലേക്ക് എത്തണം എന്നുള്ളതിനാണ് പറയുന്നത്. പിന്നെ ഓൺ ദ സെക്കൻഡ് വിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവന് നമ്മൾ രണ്ടാമത്തെ കോൺവെർസേഷനിലേക്ക് പോവാണ്. അപ്പൊ എന്താണ്? ലെറ്റ്സ് സേ യു ആർ നൗ ഗോയിങ് ടു യുവർ സെക്കൻഡ് വിസിറ്റ് വിത്ത് യുവർ പ്രോബ്ലം ഡ്രിങ്കർ. നമ്മുടെ മദ്യാസക്തനുമായിട്ട് നമ്മൾ രണ്ടാമത് സംസാരിക്കാൻ പോകുമ്പോൾ they have read this book and say they is ready to do all the steps of the program of recovery. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ഓഫ് റിക്കവറിയിൽ അവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ ബുക്ക് വായിച്ചിട്ട് അത് ചെയ്യുന്നുണ്ടാവും. ഹാവിംഗ് ഹാർഡ് ദ എക്സ്പീരിയൻസ് യുവർ സെൽഫ്, യു ക്യാൻ ഗീവ് ദം ലോട്ട്സ് ഓഫ് പ്രാക്ടിക്കൽ അഡ്വൈസ്. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ അഡ്വൈസ് അല്ല ചെയ്യുന്നത്, നമ്മൾ പ്രാക്ടിക്കൽ അഡ്വൈസ് ആണ് ചെയ്യുന്നത്, അല്ലെ? നമുക്ക് അനുഭവമുള്ള, നമുക്ക് അവന്റെ ജീവിതത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന, അല്ലാതെ വെറുതെ ഒരു ഉപദേശമല്ല, പ്രാക്ടിക്കലായിട്ട് അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയാവുന്ന ഉപദേശങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അഡ്വൈസ് അല്ല, പ്രാക്ടിക്കൽ അഡ്വൈസ്, ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഉപദേശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ലെറ്റ് ദം നോ യു ആർ റെഡി ടു ലിസൺ ഇഫ് ദേ വാണ്ട് ടു ടെൽ ദെയർ സ്റ്റോറീസ്. അവന്റെ കഥ കേൾക്കണമെന്ന് അവന് പറയണമെന്ന് അവന് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. ബട്ട് ഡോണ്ട് ഇൻസിസ്റ്റ് ഇഫ് ദേ പ്രിഫർ ടു ഡു ദ സ്റ്റെപ്സ് വിത്ത് സമ്മൺ എൽസ്. അതായത് മറ്റാരെങ്കിലുമായിട്ട് അവന് പടി ചെയ്യണമെന്ന് താല്പര്യമെങ്കിൽ
അവനെ വെറുതെ വിടണം. നമ്മൾ അവനെ പ്രേരിപ്പിക്കരുത്. എന്റെ കൂടെ തന്നെ ചെയ്യണം എന്ന് നമ്മൾ പ്രേരിപ്പിക്കരുത്. പടികൾ മറ്റൊരാളുടെ കൂടെ ചെയ്യണമെന്ന് അവൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറയാം. യുവർ ന്യൂ ഫ്രണ്ട് മേ ഹാവ് ഫിനാൻഷ്യൽ പ്രോബ്ലം. അവന് സാമ്പത്തിക ബുദ്ധിമുട്ടാകും. യു മൈറ്റ് ഹെൽപ്പ് ദം ഗെറ്റ് എ ജോബ് ഓർ ഓഫർ ദം എ ലിറ്റിൽ മണി. അവന് പണമോ ജോലിയോ ഒക്കെ നമ്മൾ ഓഫർ ചെയ്യണം. ബട്ട് യു ഷുഡിന്റ് പുട്ട് യുവർ ഓൺ ഫിനാൻസ് അറ്റ് റിസ്ക്. അതായത് നമ്മുടെ സാമ്പത്തികം പിന്നെ റിസ്കിലാക്കിക്കൊണ്ട്, കുഴപ്പത്തിലാക്കിക്കൊണ്ട് നമ്മൾ അവന് പണം കൊടുക്കരുത്. യു മേ വാണ്ട് ടു ലെറ്റ് ദം ഇൻ ടു യുവർ ഹോം ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അവനെ താമസിപ്പിക്കേണ്ടി വന്നേക്കാം. പണ്ടൊക്കെ ആൽക്കോളിസം അംഗങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. യൂസ് യുവർ ബെസ്റ്റ് ജഡ്ജ്മെന്റ് ഇൻ ഡൂയിങ് ദസ്. അതായത് ഇതിനകത്ത് നല്ല ഒരു ജഡ്ജ്മെന്റ് എടുത്തതിന് ശേഷമാണ് വീട്ടിൽ താമസിപ്പിക്കാൻ കഴിയുള്ളൂ. ബി ഷുവർ യുവർ ഫാമിലി ഈസ് കംഫർട്ടബിൾ വിത്ത് ദം ഇൻ ദ ഹൗസ്. അപ്പോൾ നമ്മളുടെ വീട്ടിലെ ആളുകൾ അതുമായിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം. ഡോണ്ട് ലെറ്റ് ദം സ്റ്റേ ഫോർ ടു ലോങ്. ഒരുപാട് കാലം അവിടെ താമസിക്കാൻ അനുവദിക്കരുത്. പക്ഷെ ഇന്നത്തെ കാലത്തൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്റെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരു എ മെമ്പർ എന്റെ വീട്ടിൽ, എ മെമ്പർ എന്ന് വെച്ചാൽ അവൻ ന്യൂ കമർ ആയിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അയാൾ തൊടുപുഴ വന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ വീട്ടിൽ കൊണ്ട് താമസിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ ഒരു പോലീസ് കേസ് ഉണ്ടാക്കി പോലീസിനെ തല്ലിയിട്ടാണ് എന്റെ വീട്ടിൽ എന്നെ വിളിച്ചത് എന്നുള്ളത്. പിന്നീട് ഞാൻ അവിടെയുള്ള എ മെമ്പേഴ്സിനെ വിളിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, അവനോട് പറഞ്ഞു വിട്ടു. അപ്പൊ ട്രബിൾ വരാൻ നമുക്ക് ഇല്ലാത്ത ട്രബിൾ വരാൻ കാണാം. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെ വീട്ടില് ആവശ്യമില്ലാതെ ഇൻവൈറ്റ് ചെയ്യുന്നതോ ആവശ്യമില്ലാതെ നമ്മൾ അവരെ കൂടുതൽ സമയം നമ്മുടെ വീട്ടിൽ കഴിയാൻ പ്രേരിപ്പിക്കുന്നതോ പിന്നീട് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ 1939 എഴുതിയ പുസ്തകമാണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ബി സർട്ടൻ ദർ ആർ നോട്ട് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് യു ബൈ ആസ്കിംഗ് ഫോർ മണി. അതായത് നമ്മളിൽ നിന്ന് മണി, എംപ്ലോയ്മെന്റ് ഓർ ഷെൽട്ടർ, അതായത് പാർപ്പിടത്തിനോ പണത്തിനോ തൊഴിലിനോ വേണ്ടി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഗുണഭോക്താവായി മാറ്റുന്ന രീതിയിൽ നമ്മളെ അവൻ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കും. ഇഫ് യു ലെറ്റ് ദാറ്റ് ഹാപ്പൻ, അങ്ങനെ സംഭവിക്കുകയാണ്, യു വിൽ ബി ലെറ്റിംഗ് ദം ആക്ട് ഡിസ്ഹോണസ്റ്റ്ലി. അപ്പോ അവരെ അങ്ങനെ അവർ പെരുമാറുമ്പോൾ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ പ്രേരിപ്പിക്കുകയാണ്, അങ്ങനെ അസത്യമായിട്ട് പെരുമാറാനായിട്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ യു മേ ബി ഹെൽപ്പിംഗ് ദ ഡിസ്ട്രക്ഷൻ റാദർ ദാൻ ദ റിക്കവറി. അതായത് അവര് അത്തരം ഡിസ്ട്രാക്ഷനിലൂടെ മറ്റു പല കാര്യങ്ങളും ഡിസ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടെടുക്കലിനെയാണ് സഹായിക്കുന്നത്, രക്ഷപ്പെടാനാണ് സഹായിക്കുന്നത്. അപ്പോ നമ്മൾക്ക് അവർക്ക് കൊടുക്കാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങൾ വെച്ച് ഉപയോഗപ്രദമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള ചില അഡ്വൈസുകൾ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഏറ്റവും ജോബ് അല്ലെങ്കിൽ മറ്റ് പണം അല്ലെങ്കിൽ പാർപ്പിടം ഇതിനു വേണ്ടിയിട്ട് അവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. നെവർ അവോയ്ഡ് ദിസ് റെസ്പോൺസിബിലിറ്റീസ്. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. ബട്ട് ബി ഷുവർ യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ഇഫ് യു അക്സെപ്റ്റ് ദം. ഹെൽപ്പിംഗ് അതേഴ്സ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ റിക്കവറി. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ മാറി നിൽക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫൗണ്ടേഷൻ എന്താണ്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. എ കൈൻഡ് ആക്ട് വൺസ് ഇൻ എ വയലേഴ്സിന്റെ ഇനഫ്. അതായത് ഏതെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി മാത്രം പറയാം. യു ഹാവ് ടു ബി അൺസെൽഫിഷ് ആൻഡ് ഹെൽപ്ഫുൾ എവരി ഡേ. നമ്മൾ അൺസെൽഫിഷ് ആയിട്ട് സ്വാർത്ഥതയില്ലാതെ എല്ലാ ദിവസവും സഹായിക്കേണ്ടത്. യു മേ ലോസ് മെനി നൈറ്റ് സ്ലീപ്പ്. ധാരാളം ദിവസത്തെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ അതിന് എന്താ പറയാ? അതിന് നമ്മൾ 12 ഇൻകൺവീനിയൻസ് എന്നാണ് പറയുന്നത്. അതായത് ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു സുഖമില്ലാത്ത, അസുഖകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു 12 കാര്യങ്ങളാണ് അവിടെ പറയുക. ആ 12 കാര്യങ്ങൾ ഒന്നെന്താണ്? ഒന്ന്, ഇറ്റ് മേ മീൻ ദ ലോസ് ഓഫ് മെനി നൈറ്റ് സ്ലീപ്പ്. അതായത് ഒരുപാട് ദിവസത്തെ രാത്രികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. 2, ഗ്രേറ്റ് ഇന്റർഫിയറൻസ് വിത്ത് യുവർ പ്രഷർ. അതായത് നമ്മളുടെ സന്തോഷത്തിന്റെ കുറെ സമയം നഷ്ടപ്പെട്ടേക്കാം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് യുവർ ബിസിനസ്, നമ്മളുടെ ബിസിനസ്സിൽ സമയം നഷ്ടപ്പെട്ടേക്കാം. ഇറ്റ് മേ മീൻ ഷെയറിങ് യുവർ മണി ആൻഡ് യുവർ ഹോം. നമ്മളുടെ പണവും വീടും അവനുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വന്നേക്കാം. 12 കാര്യങ്ങളാണ്. അപ്പൊ ഒന്ന്, ഇറ്റ് മേ മീൻസ് രാത്രി ഉറക്കം നഷ്ടപ്പെടും. 2, നമ്മുടെ സുഖം നഷ്ടപ്പെടും. 3, നമ്മുടെ ബിസിനസ്സിലെ സമയം നഷ്ടപ്പെട്ടു. 4, നമ്മുടെ പണവും വീട് നഷ്ടപ്പെടും. 5, കൗൺസിലിംഗ് ഫ്രാൻറ്റിക് വൈസ് ആൻഡ് റിലേറ്റീവ്സ്. അതായത് ഭാര്യമാരോടും ബന്ധുക്കളോടും നമ്മൾ കൗൺസിൽ ചെയ്യേണ്ടി വന്നേക്കാം. 6, ഇന്നൂമറബിൾ ട്രിപ്സ് ടു പോലീസ്, കോർട്സ്, സാനിറ്റോറിയം, ഹോസ്പിറ്റൽ, ജയിൽസ് ആൻഡ് അസൈലം. അതായത് ജയിലിലേക്കും അസൈലത്തിലേക്കും സാനിറ്റോറിയത്തിലേക്കും ആശുപത്രികളിലേക്കും പോലീസിലേക്കും കോടതികളിലേക്കും നമുക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വന്നേക്കാം.
എന്താണ്? യുവർ ടെലിഫോൺ മേ ജംഗിൾ അറ്റ് എനി ടൈം ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്. രാത്രിയിലും പകലും എപ്പോഴും നമ്മുടെ ടെലിഫോൺ ബെല്ലുകൾ ചിലച്ചുകൊണ്ടിരിക്കും. 8, യുവർ വൈഫ് മേ സംടൈംസ് സേ ഷീ ഈസ് നെഗ്ലക്റ്റഡ്. അവളെ നമ്മള് മറന്നു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ പരിഗണിക്കുന്നതില്ലാത്തതായിട്ടോ ഒക്കെ പരാതി പറഞ്ഞേക്കാം. 9, എ ഡ്രങ്ക് മേ സ്മാഷ് ദ ഫർണിച്ചർ ഇൻ യുവർ ഹോം ഓർ ബേൺ എ മാട്രസ്. ഒരു മാട്രസ് നശിപ്പിക്കുകയോ നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ നശിപ്പിക്കുകയോ ചെയ്തേക്കാം. യു മേ ഹാവ് ടു ഫൈറ്റ് വിത്ത് ഹിം ഇഫ് ഹി ഈസ് വയലന്റ്. അവൻ വയലന്റ് ആവുകയാണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. 11 എന്താണ്? സംടൈംസ് യു വിൽ ഹാവ് ടു കോൾ എ ഡോക്ടർ ആൻഡ് അഡ്മിനിസ്റ്റർ സെഡേറ്റീവ് അണ്ടർ ഹിസ് ഡയറക്ഷൻ. അതായത് ഡോക്ടറെ വിളിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു സെഡേഷൻ അല്ലെങ്കിൽ മയക്കുമരുന്ന് കുത്തിവെക്കേണ്ടി വന്നേക്കാം. 12, അനദർ ടൈം യു മേ ഹാവ് ടു സെൻഡ് പോലീസ് ഓർ എ ആംബുലൻസ്. അപ്പോൾ ഒരു പോലീസിനോ ആംബുലൻസിനോ വേണ്ടി നമുക്ക് പോകേണ്ടി വന്നേക്കാം. ഒക്കേഷണൽ യു വിൽ ഹാവ് ടു മീറ്റ് സച്ച് കണ്ടീഷൻ. പലപ്പോഴും അപൂർവമായി ഈ സന്ദർഭങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് 12 ഇൻകൺവീനിയൻസ് ആയിട്ട് പറയുന്നത്. 12 ഇൻകൺവീനിയൻസ് എന്നാണ്. അപ്പൊ 12 പടികളുണ്ട്, 12 ആശയങ്ങളുണ്ട്, 12 പാരമ്പര്യങ്ങളുണ്ട്, 12 വാഗ്ദാനങ്ങളുണ്ട്, 12 ഇൻകൺവീനിയൻസ്. അതായത് നമുക്ക് അസൗകര്യമായിട്ടുള്ള വൈഷമ്യകരമായിട്ടുള്ള 12 കാര്യങ്ങളാണ് അവിടെ പറയുക. അപ്പൊ വി റെയർലി ലെറ്റ് ദീസ് പീപ്പിൾ ലൈവ് ഇൻ അവർ ഹോം ഫോർ ലോങ്. അപ്പോൾ കൂടുതൽ ദീർഘനേരം നമ്മൾ വളരെ ചുരുക്കമായിട്ട് അവരെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാറുണ്ട്. ദിസ് വുഡ് നോട്ട് ബി ഗുഡ് ഫോർ ദം. ഇതൊരിക്കലും അവർക്ക് നല്ലതല്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ അവർ ഓൺ ഫണ്ട്സ്. നമ്മുടെ കുടുംബത്തിനും അത് നല്ലതല്ല. ഇഫ് യു ഹാവ് ട്രൈ ടു വർക്ക് വിത്ത് ആൻ ആൽക്കഹോളിക് ഹു ഡസന്റ് എൻഡ് അപ്പ് ജോയിനിങ് ദ പ്രോഗ്രാം, കീപ് ഇൻ ടച്ച് വിത്ത് ദെയർ ഫാമിലി. അതായത് ഇവിടെ പറയുന്നത് ഇഫ് യു ഹാവ് ട്രൈ ടു വർക്ക് വിത്ത് ആൻ ആൽക്കഹോളിക്, ഒരു മദ്യാസക്തരുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഹു ഡസന്റ് എൻഡ് അപ്പ് ജോയിനിങ് ദ പ്രോഗ്രാം, അതായത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരാൾ അല്ലെങ്കിൽ അവൻ വേണ്ടാന്ന് വെച്ച ആൾ, കീപ് ഇൻ ടച്ച് വിത്ത് ദെയർ ഫാമിലി. അവരുടെ ഫാമിലിയുമായിട്ട് നമ്മൾ ടച്ച് വെക്കണം. ദ ഫാമിലി ഷുഡ് ബി ഓഫേർഡ് യു യുവർ വേ ഓഫ് ലൈഫ്. ഷുഡ് ദേ അക്സെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. there is a much better chance that the head of the family will recover, and even though he continues to drink, the family will find life more bearable. ഇവിടെ പറയുന്നത് നമ്മൾ ആ ഫാമിലിക്ക് നമ്മുടെ പ്രോഗ്രാം പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്കറിയാം അൽ-അനോണിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അത് പറയുന്നത്. അപ്പൊ ഫാമിലി ചിലപ്പോൾ റിക്കവർ ആവും. അതിനുശേഷം അവര് ഈ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കൂടുതൽ സഹനീയമായിട്ട് തോന്നും. കുടിയന്റെ രോഗത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ, കുടിയന്റെ ഈ ദുരിതത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആ സാഹചര്യം അവർക്ക് സഹനീയമായിട്ട് തോന്നുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ പ്രാക്ടീസ് സ്പിരിച്വൽ പ്രിൻസിപ്പിൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അന്നത്തെ കാലത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അവരും പങ്കെടുത്തിരുന്നു. ഈ ബുക്ക് എഴുതിയതിനു ശേഷമാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പേര് വന്നത്. നമ്മൾ ഒറ്റ തിരിഞ്ഞ് നമ്മളൊരു ഗ്രൂപ്പായി മാറിയത്. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഫാമിലിനോട് കൂടുതൽ ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അൽ-അനോൺ ഉണ്ട്. അൽ-അനോൺ മെമ്പേഴ്സിന്റെ നമ്പർ അവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ എങ്ങനെയെങ്കിലും അൽ-അനോണിൽ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടുന്നത് നല്ലതാണ്. കാരണം ഏതെങ്കിലും ഒരു അൽ-അനോൺ മെമ്പറോട് ഇന്ന ആളുടെ നമ്പർ ഇതാണ്, നിങ്ങൾ വിളിക്കാമോ. കൂടുതൽ നമ്മൾ ഭാര്യമാരോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും നല്ലതായി തീർന്നിട്ടില്ല. കുടുംബങ്ങളോട്, ഭാര്യമാരോട്, മക്കളോട്, അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഇടപെടുമ്പോൾ നമ്മൾ പിന്നീട് അത് അധിക്ഷേപത്തിനും ആക്ഷേപത്തിനും മറ്റു പല കാര്യങ്ങളിലേക്കുള്ള വലിച്ചിഴക്കലിനൊക്കെ ആയിട്ടാണ് തീർന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടരുതെന്ന് പറയുക. അപ്പോൾ ആൽക്കഹോളിക്സ് ഹു ആർ ഏബിൾ ആൻഡ് വില്ലിംഗ് ടു ഗെറ്റ് വെൽ ഡോണ്ട് യൂഷ്വലി വാണ്ട് എ ലോട്ട് ഓഫ് ചാരിറ്റി. ദ പീപ്പിൾ ഹു ബെഗ് ഫോർ മണി ആൻഡ് ഷെൽട്ടർ ബിഫോർ ദേ ആർ വില്ലിംഗ് ടു ഗിവ് അപ്പ് ആൽക്കഹോൾ ആർ ഓൺ ദ റോങ് ട്രാക്ക്. അതായത് ഒരു മനുഷ്യന് അവന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അവന് ഇങ്ങനെയുള്ള ചാരിറ്റി, ഈ സഹായഹസ്തത്തിന്റെ ആവശ്യമില്ല. അവൻ പണത്തിനും പാർപ്പിടത്തിനുമായിട്ട് ബെഗ് ചെയ്യുകയാണെങ്കിൽ അവന് തെറ്റായ വഴിക്കാണ് അവസാനിക്കുന്നത്. ഹൗവർ വി ഗിവ് ഈച്ച് അതർ മണി ആൻഡ് ഷെൽട്ടർ വെൻ വി ഫീൽ വി മസ്റ്റ്. നമുക്ക് പണം കൊടുക്കണം അല്ലെങ്കിൽ അവന് ഷെൽട്ടർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ദിസ് മേ സീം ഇൻകൺസിസ്റ്റന്റ് ബട്ട് വി തിങ്ക് ഇറ്റ് ഈസ് നോട്ട്. നമ്മൾ പലപ്പോഴും ഇതൊരു പരിഗണിക്കാത്തൊരു വിഷയമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇറ്റ് ഈസ് നോട്ട് ദ ആക്ട് ഓഫ് ഗിവിംഗ് ദാറ്റ് ഈസ് ഇൻ ക്വസ്റ്റ്യൻ ബട്ട് വെൻ ആൻഡ് ഹൗ ടു ഗിവ്. അതായത് എപ്പോഴാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ദാറ്റ് ഓഫൺ മേക്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെയിലിയർ ആൻഡ് സക്സസ്. ഇത് അവന്റെ വിജയത്തിനും അവന്റെ പരാജയത്തിനും ഇടയാക്കാൻ സാധ്യതയുണ്ട്. ആസ് സൂൺ ആസ് we think of our work with other alcoholics as charity, everything changes. അതായത് മറ്റ് മദ്യാസക്തരുമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ആ ചാരിറ്റിയിലൂടെയാണ് എല്ലാം മാറ്റപ്പെടുന്നത്. They will start to rely
on us instead of connecting with their higher power. അതായത് നമ്മൾ അമിതമായി പണം കൊടുക്കുകയോ അവരെ വീട്ടിൽ താമസിപ്പിക്കുകയോ ചെയ്താൽ നമ്മളോട് അവര് ചാഞ്ഞു കിടക്കും എന്ന് ഹയർ പവറിലേക്ക് ചായാതെ ദേ മേ സ്റ്റാർട്ട് ടു സേ ദേ കാണ്ട് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആൻഡിൽ ദെയർ ബേസിക് നീഡ്സ് ആർ മെറ്റ്. അതായത് പലപ്പോഴും അവർ പറയും ഞങ്ങളുടെ ഈ അത്യാവശ്യ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി നിർത്താൻ സാധിക്കുകയില്ല. എബി താച്ചർ എന്താണ് പറഞ്ഞത്? എനിക്ക് നല്ല ജോലി ഇല്ലാത്തത് കൊണ്ടാണ്, എനിക്ക് നല്ലൊരു ഭാര്യ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് കൂടി നിർത്താൻ സാധിക്കാത്തത് എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. വീണ്ടും കുടിച്ചപ്പോൾ പറഞ്ഞത് ദേ മസ്റ്റ് സ്റ്റാർട്ട് ടു സേ ദാറ്റ് സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആൻഡിൽ ദെയർ ബേസിക് നീഡ്സ്. അതായത് അത്യാവശ്യ കാര്യങ്ങൾ, ജീവിതത്തിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് കൂടി നിർത്തുന്നത്. വി നോ ദിസ് ഇസ് റോങ്. നമുക്കറിയാം ഇത് തെറ്റാണ്. സം ഓഫ് us we have suffered quite a lot to learn this truth. അതായത് ഈ സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിൽ പലരും ഒരുപാട് സഹിക്കേണ്ടി വന്നു. ജോബ് ഓർ നോ ജോബ്, പണം, ജോലി ഇല്ലെങ്കിലോ ജോലി ഉണ്ടെങ്കിലോ, സ്പോസ് ഓർ നോ സ്പോസ്, ഭാര്യ ഉണ്ടെങ്കിലോ ഭാര്യ ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിലോ ഭർത്താവ് ഇല്ലെങ്കിലോ, വി ജസ്റ്റ് ഡോണ്ട് സ്റ്റോപ്പ് ഡ്രിങ്കിങ്. നമുക്ക് കൂടി നിർത്തുകയല്ല. വെൻ വി റിലേ ഓൺ അതർ പീപ്പിൾ മോർ ദാൻ വി റിലേ ഓൺ അവർ ഓൺ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ ചാഞ്ഞു നിൽക്കാതെ നമ്മൾ ആളുകളിലേക്ക് ചാഞ്ഞു നിന്നാല് നമുക്ക് സുബോധം വരാൻ സാധ്യതയില്ല. Burn the idea into the mind in which such a person that they can get well without anyone else money or charity. The only condition that they are trust in God and clean house. അതായത് അവര് ദൈവവിശ്വാസത്തിലേക്ക് വരികയും അവരുടെ ജീവിതത്തിലെ ഈ പറയുന്ന മനസ്സിനെ ശുദ്ധമാക്കുകയും ചെയ്തു കഴിയുമ്പോൾ അവന് സുബോധം വരും. അതല്ലാതെ അവന് പണം കൊടുക്കുകയോ അവനെ മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുകയോ ചെയ്യല്ല. ആശയം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യനെയും സുഖപ്പെടുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് അവിടെ പറയുക. അപ്പോ റോമല് വായിച്ചു. വായിക്കട്ടെ. ഓക്കെ. ഈ വക ഉത്തരവാദിത്തങ്ങളൊന്നും അവഗണിക്കാതിരിക്കുകയും എന്നാൽ നിങ്ങൾ ശരിയെന്ന് ചോദിക്കുന്നതുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ രോഗമോചനത്തിന്റെ ആണിക്കല്ല്. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്ന ദയാപൂർവമായ ഒരു പ്രവൃത്തി മാത്രം പോരാ. വേണ്ടി വന്നാൽ ദീനദയാലുവിനെ പോലെ നിത്യേന പ്രവർത്തിക്കാൻ നിങ്ങൾ സന്നദ്ധനാണോ? ഒരുപാട് ദിവസങ്ങളിലെ ഉറക്കം നഷ്ടപ്പെടൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സന്തുഷ്ട നിമിഷങ്ങളെ ബലികഴിക്കൽ, നിങ്ങളെ തന്നെ ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്നൊക്കെയാണ് ഇതിനർത്ഥം. നിങ്ങളുടെ പണം, വീട് എന്നിവ പങ്കുവെക്കൽ, ശോകാർത്തരായ ഭാര്യമാരെയും ബന്ധുക്കളെയും ഉപദേശിക്കൽ, പോലീസ് സ്റ്റേഷനുകളിലേക്കും ചികിത്സാ കേന്ദ്രങ്ങളിലേക്കും ആശുപത്രികളിലേക്കും ജയിലുകളിലേക്കും മറ്റു ആതുരാലയങ്ങളിലേക്കും ഒക്കെയുള്ള ഒട്ടനവധി സന്ദർശന യാത്രകൾ എന്നൊക്കെയാണ് ഇതിനർത്ഥം. രാത്രിയും പകലും ഏത് സമയത്തും നിങ്ങളുടെ ടെലിഫോൺ ബെല്ലടിച്ചേക്കാം. താൻ അവഗണിക്കപ്പെടുന്നതായി നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ പരാതി പറഞ്ഞേക്കാം. ഒരു കുടിയൻ നിങ്ങളുടെ ഫർണിച്ചർ തല്ലിപ്പൊളിക്കുകയോ നിങ്ങളുടെ കയറ്റുവായ കത്തിക്കുകയോ ചെയ്യാം. അയാൾ അക്രമാസക്തനാണെങ്കിൽ അയാളുമായി നിങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ വിളിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചില ഉറക്കമരുന്നുകൾ നൽകേണ്ടി വന്നേക്കാം. മറ്റൊരു സമയത്ത് പോലീസിനെ ആളയക്കുകയോ ഒരു ആംബുലൻസിന് വേണ്ടി അയാളെ വിടേണ്ടി വരികയോ വന്നേക്കാം. ചിലപ്പോഴൊക്കെ ഇത്തരം സവിശേഷണങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരും. ഞങ്ങളുടെ വീടുകളിൽ ഒരു അമിത മദ്യപാന രോഗി ദീർഘകാലം താമസിക്കുന്നത് ഞങ്ങൾക്ക് വിരളമായേ അനുവദിക്കാറുള്ളൂ. അത് താമസിപ്പിക്കുന്നയാളിന് നല്ലതല്ല. ചിലപ്പോൾ അത് കുടുംബത്തിൽ ഗുരുതരമായ കുഴപ്പങ്ങൾക്ക് കാരണമാവുന്നു. ഒരു അമിത മദ്യപാന രോഗി വേണ്ട രീതിയിലുള്ള പ്രതികരണം കാണിക്കുന്നില്ല എന്നാണ് അയാളുടെ കുടുംബാംഗങ്ങളെ അവഗണിക്കുന്നതിനുള്ള കാരണമാവുന്നില്ല. കുടുംബാംഗങ്ങളോട് സൗഹൃദപൂർവമായ സമീപനം തന്നെ നിങ്ങൾ തുടരണം. നിങ്ങളുടെ ജീവിതക്രമം അവർക്ക് വിവരിച്ചു കൊടുക്കണം. ആത്മീയമായ തത്വങ്ങൾ അവർക്ക് സ്വീകരിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുമെങ്കിൽ കുടുംബനാഥൻ രോഗമുക്തി പ്രാപിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അഥവാ അയാൾ കൂടി തുടരുകയാണെങ്കിൽ തന്നെ കുടുംബാംഗങ്ങൾക്ക് ജീവിതം സഹനീയമായ രീതിയിലാകുവാൻ ഇത് സഹായിക്കുന്നു. സുഖം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് കഴിയുകയും ചെയ്യുന്ന തരത്തിൽപ്പെട്ട ഒരു അമിത മദ്യപാന രോഗിക്ക് സാധാരണ അർത്ഥത്തിലുള്ള ഒരു ഔദാര്യത്തിന്റെ ആവശ്യകതയോ വേണ്ടി വരില്ല. മദ്യത്തെ കീഴ്പ്പെടുന്നതിന് മുമ്പ് പണത്തിനും പാർപ്പിടത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ തെറ്റായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതൊക്കെ ആവശ്യമാണെന്ന് തോന്നിയാൽ ഓരോരുത്തർക്കും നൽകുന്നതിന് ഞങ്ങൾക്ക് അങ്ങേയറ്റം ശ്രമിക്കാറുണ്ട്. ഇതൊരു പൊരുത്തക്കേടായി തോന്നുമായിരിക്കാം, പക്ഷേ അങ്ങനെയല്ലെന്ന് ഞങ്ങൾ കരുതുന്നു. അത് നൽകുക എന്നുള്ള കാര്യമല്ല വിവാദ വിഷയം. എപ്പോൾ എങ്ങനെ നൽകുന്നു എന്നതാണ് പ്രശ്നം. അത് പലപ്പോഴും വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നു. ഒരു സേവന തലത്തിൽ നാം നമ്മുടെ ജോലി ആരംഭിക്കുന്ന നിമിഷത്തിൽ ഒരു അമിത മദ്യപാന രോഗി ദൈവത്തെ ആശ്രയിക്കുന്നതിനേക്കാൾ നമ്മളെ ആശ്രയിക്കുവാൻ തുടങ്ങുന്നു. അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അയാൾക്ക് മദ്യത്തെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അയാൾ അതിന്
അതിനും ഇതിനും വേണ്ടി മുറവിളി കൂട്ടുന്നു. ദൈവത്തെക്കാൾ ഉപരിയായി ചില വ്യക്തികളെ ആശ്രയിക്കുവാൻ തുടങ്ങുന്ന കാലത്തോളം ജോലിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഭാര്യയുണ്ടായാലും ഇല്ലായിരുന്നാലും ശരി, നാം ഒരിക്കലും കൂടി അവസാനിപ്പിക്കുന്നില്ല. ഈ സത്യം പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് കടുത്ത തിരിച്ചടികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് ഞങ്ങളിൽ ചിലർ. ആരുടെയും പ്രത്യേകമായ സഹായമില്ലാതെ തന്നെ ഒരാൾക്ക് സുഖം പ്രാപിക്കുവാനാവുമെന്ന ആശയം ഓരോരുത്തരുടെയും ബോധമനസ്സിൽ ആളിക്കത്തിക്കുക. ആകെ കൂടി വേണ്ട ഒരു ഉപാധി ദൈവത്തിലുള്ള വിശ്വാസവും മനസ്സ് ശുദ്ധീകരിക്കുന്നതിനുള്ള സന്നദ്ധയുമാണ്. അടുത്തും കൂടി വായിക്കേ. അടുത്ത ആ 12 ആ ഇനി ഗാർഹികമായ പ്രശ്നം. ഒരുപക്ഷെ വിവാഹമോചനമോ അഥവാ ദമ്പതിമാർ വേറിട്ട് ജീവിക്കുകയോ അതുമല്ലെങ്കിൽ വ്രണതമായ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാകാം. നിങ്ങളുടെ പരിരക്ഷ തേടിയെത്തിയ ആൾ അയാളുടെ കുടുംബത്തെ വീണ്ടെടുക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ താൻ ജീവിക്കുന്ന തത്വങ്ങളെക്കുറിച്ച് അവരോട് വിശദമായി വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ തീർച്ചയായും ഈ തത്വങ്ങൾ അയാളുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഒരു കുടുംബമുണ്ടായിരിക്കുവാൻ ആവശ്യമായ ഭാഗ്യം അയാൾക്കുണ്ടെങ്കിൽ, പല കാര്യങ്ങളിലും കുടുംബാംഗങ്ങളാണ് കുറ്റക്കാർ എന്നാണെങ്കിൽ പോലും അയാൾ അതിനെക്കുറിച്ച് ചിന്താകുലനാകരുത്. തൻ്റെ ആത്മീയമായ അതിജീവിതക്രമത്തിൽ അയാൾ പൂർണ്ണ ശ്രദ്ധ ചെലുത്തണം. വാദപ്രതിവാദങ്ങളും തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കലും മഹാരോഗത്തെ പോലെ അകറ്റി നിർത്തണം. പല കുടുംബങ്ങളിലും ഇങ്ങനെ ചെയ്യുക എന്നത് ദുഷ്കരമാണ്. പക്ഷേ എങ്കിലും ഫലം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുക തന്നെ വേണം. കുറച്ചു മാസങ്ങൾ ഈ നില തുടരുകയാണെങ്കിൽ ഒരാളുടെ കുടുംബത്തിൽ അതുണ്ടാക്കിയേക്കാവുന്ന ശക്തമായ ഫലം വളരെ വലുതാണ്. ഒരിക്കലും തമ്മിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആളുകൾ പോലും തങ്ങൾക്ക് യോജിക്കുവാൻ ചില അടിസ്ഥാനങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നു. കുറേശ്ശെയായി കുടുംബാംഗങ്ങൾ തന്നെ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും അതേറ്റു പറയുകയും ചെയ്യുന്നു. സഹായകരവും സൗഹൃദപൂർണവുമായ ഒരു അന്തരീക്ഷത്തിൽ അപ്പോൾ ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നു. അനുഭവിച്ചറിയാത്തക്ക രീതിയിലുള്ള ഫലങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ കുടുംബാംഗങ്ങൾ സഹകരിക്കുവാൻ തയ്യാറാകും. മറ്റുള്ളവർ എന്തു പറയുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് നോക്കാതെ തനിക്ക് സഹായകരമായ നിലയിലും ദയവായ്പോട് കൂടിയും സ്വബോധാവസ്ഥ നിലനിർത്തിയും ജീവിക്കാൻ തനിക്ക് കഴിയുമെന്ന് കാണിച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ ശരിയായ സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ശരി ചെയ്യപ്പെട്ടുകൊള്ളും. തീർച്ചയായും നമ്മിൽ പലരും പലതവണ ഈ നിലവാരത്തിലും വളരെ താഴെ പോകാറുണ്ട്. പക്ഷേ നാം ഈ വക എല്ലാ നഷ്ടങ്ങളെയും ഉടനെ തന്നെ നികത്തേണ്ടതുണ്ട്. കാരണം അങ്ങനെയല്ലെങ്കിൽ അതിനുള്ള പിഴ നാം കൊടുക്കുന്നത് അമിതമായി മദ്യപിച്ചുകൊണ്ടായിരിക്കും. വിവാഹമോചനമോ ദമ്പതിമാരുടെ വേറിട്ട് നിൽക്കലോ ഉണ്ടെങ്കിൽ അവരെ യോജിപ്പിക്കാൻ അനാവശ്യമായ തിടുക്കം കാണിക്കാൻ പാടില്ല. അങ്ങനെ ഒരവസ്ഥ അഭിമുഖീകരിക്കുന്ന മദ്യപാനി രോഗമുക്തി പ്രാപിച്ചുവെന്ന് സ്വയം ഉറപ്പുവരുത്തണം. അയാളുടെ പുതിയ ജീവിതക്രമത്തെക്കുറിച്ച് അയാളുടെ ജീവിത പങ്കാളിക്ക് പൂർണ്ണമായ ധാരണ വേണം. അവരുടെ പഴയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ അതൊരു പുതിയ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം നേരത്തെയുള്ള അടിസ്ഥാനം ഫലപ്രദമായിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഒരു പുതിയ ചൈതന്യവും ഒരു പുതിയ മനോഭാവവും എല്ലാ കാര്യത്തിലും വേണമെന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്ക് നല്ലത് ദമ്പതിമാർ വേറിട്ട് നിൽക്കുന്നതായിരിക്കും. വ്യക്തമായും നിയമങ്ങളൊന്നും ഇക്കാര്യത്തിൽ സ്വീകാര്യമല്ല. ഒരുമിച്ച് ജീവിക്കാൻ സമയമാകുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും ബോധ്യപ്പെട്ടുകൊള്ളും. കുടുംബം തിരികെ വരുന്നില്ലെങ്കിൽ കുടി നിർത്താനാകില്ലെന്ന് ഒരു കുടിയനും പറയരുത്. കാരണം അത് അങ്ങനെയല്ല. ചിലരുടെ കാര്യത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഭാര്യ ഒരിക്കലും തിരിച്ചു വന്നില്ലെന്നിരിക്കും. സുബോധം ആശ്രയിച്ചിരിക്കുന്നത് ആളുകളെയല്ല, മറിച്ച് അദ്ദേഹവും ദൈവവുമായുള്ള ബന്ധത്തെയാണ്. കുടുംബം ഒരിക്കലും തിരിച്ചു വരാത്തവർ സുഖം പ്രാപിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുടുംബം തിടുക്കത്തിൽ തിരിച്ചെത്തുമ്പോൾ വഴുതിപ്പോകുന്നവരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളും പുതിയ ആളും ആത്മീയ മാർഗത്തിൽ ദിവസം തോറും നടന്നു വളരേണ്ടതുണ്ട്. സ്ഥിരോത്സാഹം നിങ്ങൾ കാട്ടിയാൽ ശ്രദ്ധേയമായത് സംഭവിക്കും. ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ കരങ്ങളിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നന്നായി കാര്യങ്ങൾ നടന്നു. നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയുടെ ആജ്ഞകൾ അനുസരിക്കുക. നിങ്ങൾ ഏതവസ്ഥയിലുമായിട്ടെ വർത്തമാനകാലത്തിൽ നിങ്ങൾ ഒരത്ഭുത ലോകത്തിൽ ജീവിക്കും. നിങ്ങൾ മറ്റൊരാളോടും അവരുടെ കുടുംബത്തോടുമൊത്ത് പ്രവർത്തിക്കുമ്പോൾ അവരുടെ വഴക്കുകളിൽ പങ്കുചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുന്ന സഹായം ചെയ്യാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ആൾ വളരെ രോഗിയാണെന്ന ഒരാളെന്ന് കരുതി അതനുസരിച്ച് പ്രവർത്തിക്കാനും കുടുംബാംഗങ്ങളെ പ്രേരിപ്പിക്കുക. രോഗിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അതനുസരിച്ചുള്ള ചികിത്സ ആവശ്യമാണെന്ന് കുടുംബാംഗങ്ങളോട് ശക്തിയായി പറയുക. അസൂയയോ വിദ്വേഷമോ തോന്നിയേക്കാവുന്നതിനെ കുറിച്ച് നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. മുന്നറിയിപ്പ് ഒറ്റ രാത്രി കൊണ്ട് അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ പ്രത്യക്ഷമാകുകയില്ല എന്ന കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അയാൾ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അവർ അക്ഷമ കാണിക്കാതെ മദ്യമില്ലാത്ത സുബോധാവസ്ഥ എന്ന അയാളുടെ
അനുഗ്രഹീതാവസ്ഥയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ അവരോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്രകാരം നിർവഹിച്ചുവെന്ന് നവാഗതന്റെ കുടുംബത്തോട് പറയുക. അവരെ കുറ്റപ്പെടുത്താതെ തന്നെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ ഇപ്രകാരം നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും എങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തു എന്ന കഥ ഇത്ര വലിയ വിമർശനത്തെക്കാളും വിലപ്പെട്ടതാണ്. ഓക്കെ, അവിടെ നിർത്തുന്നു. അപ്പൊ അടുത്ത ഭാഗം പറയുന്നത് മാരേജ്, സ്പോസ് ആൻഡ് പാർട്ട്ണർ ഇഷ്യൂ ആണ്. അതായത് കല്യാണത്തിന്റെയോ സ്പോസിന്റെയോ അല്ലെങ്കിൽ പാർട്ട്ണർമാരുടെയോ പരസ്പരമുള്ള കാര്യങ്ങളാണ്, ഇഷ്യൂസ് ആണ് അവിടെ പറയുന്നത്. അപ്പോ മെനി ന്യൂ കമേഴ്സ് ടു സ്ട്രഗിൾ വിത്ത് ഡൈവേഴ്സ്, സെപ്പറേഷൻ ഓർ ജസ്റ്റ് ട്രബിൾഡ് റിലേഷൻഷിപ്പ്. അതായത് ആൽക്കഹോളിക് അനോണിമസിലെ പല അംഗങ്ങളും ഈ പറയുന്ന ഡൈവേഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം, വേർപിരിയൽ അല്ലെങ്കിൽ സെപ്പറേഷൻ, വേർപിരിയൽ ഓർ ജസ്റ്റ് ട്രബിൾഡ് റിലേഷൻഷിപ്പ്, അത് പരസ്പരമുള്ള പല ബന്ധത്തിന്റെ വൈകല്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ആഫ്റ്റർ യുവർ ന്യൂ കമർ ഹാസ് മെയ്ഡ് അമെൻഡ്സ് ടു ദെയർ ഫാമിലി ആൻഡ് എക്സ്പ്ലെയിൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് അതായത് നമ്മളുടെ ഈ പറയുന്ന ന്യൂ കമർ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മറ്റ് ഫാമിലിയോട് അമൻസ് ചെയ്ത് കഴിയുമ്പോൾ ദേ ക്യാൻ സ്റ്റാർട്ട് ഫോളോയിങ് ദോസ് പ്രിൻസിപ്പിൾ അറ്റ് ഹോം. അവർക്ക് ഈ തത്വങ്ങൾ അവരുടെ വീട്ടിൽ പരിശീലിക്കാൻ സാധിക്കും. ഈവൻ ഇഫ് ദെയർ ഫാമിലി ഇസ് ദ കേസ് ഓഫ് സം ഓഫ് ദെയർ പ്രോബ്ലംസ്, ദേ കനോട്ട് ഫോക്കസ് ഓൺ ദാറ്റ്. ആ കുടുംബം ഏതെങ്കിലും കാര്യത്തില്, ഏതെങ്കിലും പ്രശ്നത്തില് ഉന്നം നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ശ്രദ്ധിക്കരുത്. ദേ നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദെയർ ഓൺ ഫെയ്ത്ത്. അവരുടെ സ്വന്തം വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ആ ന്യൂകമർ അവന്റെ വിശ്വാസത്തിൽ നിലനിൽക്കണം. വെൻ യു ടോക്ക് വിത്ത് ന്യൂകമർ, ടെൽ ദം ടു അവോയ്ഡ് ആർഗ്യൂയിങ് ആൻഡ് ബ്ലെയിമിങ് അതേഴ്സ്. അതായത് തർക്കങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒഴിവാക്കണമെന്ന് പ്രത്യേകിച്ച് ന്യൂകമറോട് പറയണം. ദിസ് മേ ഫീൽ ഹാർഡ് ടു ഡു, ബട്ട് ദേ മസ്റ്റ് സ്റ്റിക്ക് ടു ഇറ്റ് ഇഫ് ദേ ട്രൂലി വാണ്ട് ടു റിക്കവർ. അതായത് അവന് ശരിയായിട്ടുള്ള ഒരു മോചനം, ഒരു വീണ്ടെടുക്കൽ, ഒരു പുനർക്രമീകരണം ജീവിതത്തിൽ വേണമെങ്കിൽ അവന് ഇത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമെങ്കിലും അവനോട് കൃത്യമായി പറയണം, നീ ആ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ആർഗ്യൂയിങ്ങോ ബ്ലെയിമിങ്ങോ തർക്കമോ കുറ്റപ്പെടുത്തലോ പൂർണ്ണമായി ഒഴിവാക്കണം. ഇഫ് യുവർ ഫ്രണ്ട്സ് യൂസസ് AS പ്രിൻസിപ്പിൾ അറ്റ് ഹോം ഫോർ ജസ്റ്റ് എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾ അവന് ഈ പറയുന്ന തത്വങ്ങൾ കുടുംബത്തിൽ പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ they will see positive change. കുടുംബാംഗങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റം കുടുംബാംഗങ്ങൾക്ക് കാണാൻ കഴിയും. We have seen it happen in many homes. ധാരാളം കുടുംബങ്ങളിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. Spouses who felt torn apart finally find a common ground. അതായത് രണ്ട് ഭാഗങ്ങളായി കീറിപ്പോയ ഭാര്യ ഭർത്താക്കന്മാർ വീണ്ടും ഒന്നിച്ച് അതേ സ്ഥലത്ത് തന്നെ, അതേ ഗ്രൗണ്ടിൽ തന്നെ ഒന്നു ചേർന്ന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലിറ്റിൽ ബൈ ലിറ്റിൽ, ചെറുതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, കുറേശ്ശെ ഫാമിലി മെമ്പേഴ്സ് സ്റ്റാർട്ട് ടു സീ ദെയർ ഓൺ ഡിഫക്ട്സ് ആൻഡ് അഡ്മിറ്റ് ദം. ഫാമിലിയിലെ ആളുകൾ, കുടുംബത്തിലെ അംഗങ്ങൾ അവരുടെ കുഴപ്പങ്ങൾ കൂടി, അവരുടെ വൈകല്യങ്ങൾ കൂടി സ്വയം കണ്ടെത്തുകയും അത് സമ്മതിക്കുകയും തിരുത്താൻ തയ്യാറാകുകയും ചെയ്യും. ദിസ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ എ ഹെൽപ്ഫുൾ ഫ്രണ്ട്ലി വേ. ഇത് സഹായകരമായിട്ടുള്ള നല്ല ഫ്രണ്ട്ലി രീതിയിൽ, നല്ല കൂട്ട് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് സ്നേഹത്തോടു കൂടി ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ അത് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ചർച്ച ചെയ്യണം. ഇഫ് എ ന്യൂ കമർ ഈസ് ഗോയിങ് ത്രൂ ഡൈവേഴ്സ് ഓർ സെപ്പറേഷൻ, അവൻ വിവാഹമോചനത്തിനോ അല്ലെങ്കിൽ വേർപിരിയലിനോ തയ്യാറാവുകയാണ്, ഡോൺ റഷ് ദം ടു പാച്ച് തിങ്സ് അപ്പ് വിത്ത് ദെയർ സ്പോസ്. ഒരിക്കലും പെട്ടെന്ന് തന്നെ അവരുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ള കാര്യങ്ങള് ക്ലിയർ ആക്കാനായിട്ട്, പാച്ച് ചെയ്യാനായിട്ട് നമ്മൾ നോക്കരുത്. ദേ നീഡ് ടു മേക്ക് പ്രോഗ്രസ് ഇൻ ദെയർ റെക്കോർഡ്. അവര് ആദ്യം ചെയ്യേണ്ടത് അവരുടെ മോചനത്തിനുള്ള പ്രോഗ്രഷനാണ്. ദെയർ സ്പോസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ദെയർ ന്യൂ വേ ഓഫ് ലൈഫ്. അതായത് അവരുടെ പാർട്ട്ണർ അവർക്ക് മനസ്സിലാക്കുകയും അവർ ഇവരുടെ പുതിയ വഴി സ്വീകരിക്കുകയും ചെയ്യണം. അതായത് അക്സെപ്റ്റ് ദെയർ ഓൺ ന്യൂ വേ. അവര് പുതിയ ന്യൂ കമർ സ്വീകരിച്ച വഴി മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യണം. ബോത്ത് സ്പോസസ് വാണ്ട് ടു ഗെറ്റ് ബാക്ക് ടുഗദർ. They need to find new ways to act and each other. അതായത് രണ്ടുപേരും ഒന്നു ചേരണമെങ്കിൽ രണ്ടുപേരും ഈ പുതിയ വഴി സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ക്ലിയർലി their old ways weren't working. കാരണം അവരുടെ പഴയ വഴി പ്രവർത്തിച്ചില്ല. This means new attitudes for everyone. അതായത് പുതിയ മനോഭാവം രണ്ടുപേർക്കും വരണം, എല്ലാവർക്കും വരണം, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വരണം. In some cases it's better for a couple to stay separate. ചില സമയങ്ങളിൽ ചില ആളുകൾ, ചില കപ്പിൾസ് വേർപിരിഞ്ഞ് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. There are no set rules about relationship. ഇത്തരം ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളോ
ഫിക്സ് ചെയ്തിട്ടുള്ള നിയമങ്ങളില്ല. ലെറ്റ് ദ ആൽക്കഹോൾ കണ്ടിന്യൂ ഹിസ് പ്രോഗ്രാം ഡേ ബൈ ഡേ. അതായത് ആൽക്കഹോളിക്കിന് ദിനം തോറും നമ്മുടെ പ്രോഗ്രാം തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട്. ഇഫ് ദ ടൈം കംസ് ടു റിപ്പയർ എ മാരേജ് ബോത്ത് സ്പോസ് വിൽ നോ. ഏതെങ്കിലും ഒരു സമയം അനുയോജ്യമായി വരുമ്പോൾ ഏതെങ്കിലും വിവാഹം അത് അവർക്ക് റിപ്പയർ ചെയ്തെടുക്കണം, കൃത്യമായിട്ട് പണി ചെയ്ത് ആ മാരേജ് ഒന്നാക്കണമെങ്കിൽ ബോത്ത് സ്പോസ് വിൽ നോ, രണ്ട് പാർട്ട്നേഴ്സ്മാർക്കും മനസ്സിലാകും. സം ആൽക്കഹോളിക്സ് ക്ലെയിം ദേ കനോട്ട് റിക്കവർ അൺലെസ് ദേ ഗെറ്റ് ദെയർ ഫാമിലി ബാക്ക്. ചില ആൽക്കഹോളിക്ക് പറയും, ഞാൻ മോചിതനാവുകയില്ല, എന്റെ ഭാര്യയോ അല്ലെങ്കിൽ എന്റെ ഭർത്താവോ തിരിച്ചു വരാതെ എനിക്ക് മോചനം കിട്ടുകയില്ല എന്ന് പറയുന്നവരുണ്ട്. ഇത് ജസ്റ്റ് ഈസ് ട്രൂ. ഇത് സത്യമല്ല. ഇൻ സം കേസസ് ദെയർ സ്പോസ് വിൽ നെവർ കം ബാക്ക് ഫോർ എനി റീസൺ അറ്റ് ഓൾ. ചില കാര്യങ്ങളാൽ അല്ലെങ്കിൽ ചില പ്രത്യേക കാരണങ്ങളാൽ, ചിലപ്പോ നമുക്കറിയാൻ പാടില്ലാത്ത ചില കാരണങ്ങളാൽ ഈ ഭർത്താവ് ആകട്ടെ ഭാര്യ ആകട്ടെ ഒരിക്കലും തിരിച്ചു വരുന്നില്ലെന്ന് വരാം. റിമൈൻ ദ ന്യൂ കമർ ദാറ്റ് ദെയർ റിക്കവറി ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ പീപ്പിൾ. അതായത് ഒരു ന്യൂ കമറോട് നമ്മൾ റിമൈൻഡ് പറയേണ്ടത് അല്ലെങ്കിൽ അവനെ ഓർമ്മിപ്പിക്കേണ്ടത്, ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന വീണ്ടെടുക്കൽ അത് ആളുകളെ ആശ്രയിച്ചല്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അവർ വിശ്വസിക്കുന്ന ഉന്നത ശക്തിയായിട്ടുള്ള ഹയർ പവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുന്ന ദൈവത്തിനെ ആശ്രയിച്ചാണ്. വി ഹാവ് സീൻ പീപ്പിൾ ഗെറ്റ് വെൽ ഹൂസ് ഫാമിലി ഹാവ് നെവർ കം ബാക്ക് ഓർ ഫോർ ഗിവൺ ദം. അതായത് ചില ആളുകൾ, ചില ന്യൂ കമേഴ്സ് അല്ലെങ്കിൽ AIL അംഗങ്ങൾ അവർ മോചിതരാവുന്നത് ഫാമിലി ഒരിക്കലും തിരിച്ചു വന്നില്ല, കുടുംബാംഗങ്ങൾ ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലും അവര് മോചിതരാവുന്നതും കണ്ടിട്ടുണ്ട്. വി ഹാവ് സീൻ അതർ സ്ലിപ്പ് വെൻ ദ ഫാമിലി കെയിം ബാക്ക് ടു സൂൺ. വളരെ പെട്ടെന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ, ഫാമിലി തിരിച്ചു വന്നു കഴിയുമ്പോൾ അവര് വീഴുന്നതും സ്ലിപ്പാകുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഫാമിലി തിരിച്ചു വരുമ്പോൾ കുടിക്കുന്നതും കണ്ടിട്ടുണ്ട്, ഫാമിലി തിരിച്ചു വരാത്തവർ കുടിക്കാതിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ബോത്ത് യു ആൻഡ് യുവർ ഫ്രണ്ട് മസ്റ്റ് വാക്ക് അലോങ് വിത്ത് പാത്ത് ഓഫ് സ്പിരിച്വൽ പ്രോഗ്രസ്. അതായത് പുതിയ ആളും നമ്മളും ഈ പറയുന്ന ആത്മീയ പുരോഗതിയിൽ പാതയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്, നടക്കേണ്ടതുണ്ട്. ഇഫ് യു കീപ് ഗോയിങ് ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ്, നമ്മൾ തുടർന്ന് പോവുകയും ഒരിക്കലും കൈവിടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ റിമാർക്കബിൾ തിങ്സ് വിൽ ഹാപ്പൻ. പല കാര്യങ്ങളും സംഭവിക്കും. വെൻ വി ലുക്ക് ബാക്ക്, നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വി സീ ദാറ്റ് ട്രസ്റ്റിംഗ് ഫെയ്ത്ത് ബോട്ട് അസ് വണ്ടർ. അതായത് നമ്മളുടെ വിശ്വാസം നമ്മളെ അത്ഭുതപ്പെടുത്തും. ദ തിങ്സ് ദാറ്റ് ഹാപ്പൻ വെൻ വി പുട്ട് ourselves in God's hand were better than anything we could have planned. അത് നമ്മൾ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾ പോലും സംഭവിക്കും. ഫോളോ ദ ഗൈഡൻസ് ഓഫ് യുവർ ഹയർ പവർ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉന്നത ശക്തിയുടെ പാത, ആൻഡ് യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ ന്യൂ ആൻഡ് വാണ്ടർ വേൾഡ്. അപ്പൊ നമുക്ക് ഒരു പുതിയ ലോകവും കണ്ടുപിടിക്കാൻ സാധിക്കും. വെൻ യു ആർ വർക്കിംഗ് വിത്ത് എ ന്യൂ കമർ ആൻഡ് ദെയർ ഫാമിലി, അതായത് ഒരു പുതിയ ആളും അവന്റെ ഫാമിലിയുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ ആർഗ്യുമെന്റ്സ്. അവന്റെ തർക്കങ്ങളിൽ നമ്മൾ ഇടപെടരുത്, അവന്റെ ഫാമിലി ആയിട്ടുള്ള തർക്കങ്ങളിൽ നമ്മൾ ഇടപെടരുത്. യു മേ റൂയിൻ യുവർ ചാൻസ് ഓഫ് ബീങ് ഹെൽപ്ഫുൾ ഇഫ് യു ഡു. നമ്മൾ അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ, അവന്റെ ഭാര്യയും അവനുമായിട്ടുള്ള തർക്കങ്ങളിൽ നമ്മൾ തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനെ സഹായം ചെയ്യുക എന്നുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയായിരിക്കും ചെയ്യുക. ബട്ട് ഡു മേക്ക് ഷുവർ ദ ഫാമിലി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദ ആൽക്കഹോൾ ഈസ് വെരി സിക്ക്. അതായത് ഫാമിലിക്ക് മനസ്സിലാക്കി കൊടുക്കണം, ആൽക്കഹോളിക് എന്ന് പറയുന്ന ആള് സിക്ക് ആണ്. ഏതൊക്കെ തരത്തില്? മാനസികമായി, ആത്മീയമായി, ശാരീരികമായി സിക്ക് ആണ്. ആൻഡ് ഷുഡ് ബി ട്രീറ്റഡ് ലൈക്ക് എ സിക്ക് പേഴ്സൺ. അതുകൊണ്ട് അവനെ ഒരു രോഗിയായിട്ട് കാണണം, അങ്ങനെ അവനെ പരിഗണിക്കണം. ടെൽ ദം ടു ഡു ദെയർ ബെസ്റ്റ് നോട്ട് ടു ഫീൽ ആംഗ്രി ഓർ ജലസ്. അവനോട് ദേഷ്യത്താലോ അസൂയാലോ നമ്മൾ പെരുമാറരുത് എന്ന് ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കണം. പോയിന്റ് ഔട്ട് ദാറ്റ് ദ ന്യൂ കമേഴ്സ് ക്യാരക്ടർ ഡിഫക്ട്സ് ക്യാൻ ഡിസപ്പിയർ ഓവർ നൈറ്റ്. അവസാനത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല്, ന്യൂ കമറിന്റെ ഈ പറയുന്ന ഈ സ്വഭാവത്തിലെ അപാകതകള് ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകില്ല. ഷോ ദ ഫാമിലി ദാറ്റ് ദെയർ ലവ്ഡ് വൺ ഈസ് എൻറ്ററിങ് എ പീരീഡ് ഓഫ് ഗ്രോത്ത്. അതായത് വളരെ സ്ലോ പ്രോസസ്സിൽ ഉള്ള ഒരു വളർച്ചയിലേക്ക് അവൻ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ഇഫ് ദേ ആർ ഇംപേഷ്യന്റ്, അവര് അക്ഷമരാണെങ്കിൽ, ആസ്ക് ദം ടു റിമെമ്പർ ദാറ്റ് സോബറിറ്റി ഈസ് എ ബ്ലെസ്സിങ്. അവരോട് പറയുക, ഈ പറയുന്ന സുബോധാവസ്ഥ എന്ന് പറയുന്നത് അനുഗ്രഹമാണ്, അത് പതുക്കെ പതുക്കെ കൈവരുന്നതാണ്. ഇഫ് യു ഹാവ് സക്സസ്ഫുള്ളി സോൾവ്ഡ് യുവർ ഓൺ മാരേജ് പ്രോബ്ലം, നമ്മള് നമ്മുടെ കല്യാണത്തിന്റെ പ്രശ്നങ്ങള്, മാരേജിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള ആണെങ്കിൽ, ടെൽ ദ ന്യൂ കമർ ഫാമിലി ഹൗ യു ഡിഡ് ഇറ്റ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന്റെ ആ പറയുന്ന പ്രശ്നങ്ങൾ ഒട്ടിച്ചു ചേർത്തത് എന്ന് പറയാം. ബൈ ഡൂയിങ് ദിസ് യു ക്യാൻ ഹെൽപ്പ് ദം വിത്തൗട്ട് ബീയിങ് ക്രിട്ടിക്കൽ ഓഫ് ദം. അവന്റെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നത്തിന് എന്തൊക്കെ സംഭവിച്ചു,
എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരിയായി ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് എങ്ങനെയാണ് ഒന്നു ചേർന്ന് പോകുന്നത്. അത് ചിലപ്പോൾ ഡൈവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചതാകാം, സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചതാകാം, ഒരു പക്ഷേ വളരെയധികം ആർഗ്യുമെന്റിലും ബ്ലെയിമിങ്ങും ആയിട്ടുള്ള, കുറ്റപ്പെടുത്തലും തർക്കങ്ങളുമായിട്ടുള്ള കുടുംബത്തില് ഇന്ന് സന്തോഷത്തോടു കൂടി പോകുന്നതാകാം. ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് എങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നതെന്ന് അവനോട് പറയാൻ തയ്യാറാകുക. ദ സ്റ്റോറി ഓഫ് ഹൗ യു ആൻഡ് യുവർ സ്പോസ് വർക്ക്ഡ് ഔട്ട് യുവർ ഡിഫിക്കൽട്ടീസ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ദാൻ എനി എമൗണ്ട് ഓഫ് ക്രിറ്റിസിസം. അതായത് അവനും അവന്റെ ഭാര്യയുമായിട്ട്, അതായത് നമ്മൾ പലപ്പോഴും പറയാം, നീ ജോലിക്ക് പോകാത്തത് കൊണ്ടാണ്, നീ സ്ഥിരമായി കുടിക്കുന്നത് കൊണ്ടാണ്, നീ അങ്ങനെ കുട്ടികളെ നോക്കാത്തത് കൊണ്ടാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് അവന് നേരെ വരുന്ന കൂരമ്പുകളാണ്. ആ കൂരമ്പുകളല്ല അവന്റെ അടുത്തേക്ക് ഇടേണ്ടത്. ഞാൻ എന്റെ വീട്ടിൽ ഞാൻ എന്താണ് ചെയ്തത്, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ് അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അടുത്ത ഭാഗം വായിക്കാവോ? ആത്മീയമായി നാം തികവുറ്റവരായി കഴിഞ്ഞാൽ അമിത മദ്യപാന രോഗികൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. മദ്യം വിളമ്പുന്നിടത്ത് ചെന്ന് പോകരുത്. സ്വന്തം വീടുകളിൽ നിന്ന് വീടുകളിൽ അത് കരുതി വെക്കരുത്. കുടിക്കുന്ന കൂട്ടുകാരെ നാം അകറ്റി നിർത്തണം. കുടിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുന്ന പടങ്ങൾ കാണരുത്. മദ്യഷാപ്പുകളിൽ കയറരുത്. നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാർ മദ്യക്കുപ്പികൾ ഒളിപ്പിച്ചു വെക്കണം. മദ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ഒരിക്കലും ഓർമ്മപ്പെടുകയോ ചെയ്യരുത് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യമായും മേൽപ്പറഞ്ഞ രീതിയിൽ ആയിരിക്കണമെന്നില്ല എന്നാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ സ്ഥിതിവിശേഷം ഞങ്ങൾ നിത്യേന കാണാറുണ്ട്. ഇത്തരം സ്ഥിതിവിശേഷങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരു അമിത മദ്യപാന രോഗി ഇപ്പോഴും ഒരു അമിത മദ്യപാന രോഗിയുടെ മനസ്സുള്ളവനാണ്. അയാളുടെ ആത്മീയ തലത്തിന് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അയാൾക്ക് മദ്യമില്ലാത്ത സുബോധാവസ്ഥ ലഭിക്കാനിടയുള്ള ഏക സ്ഥലം ധ്രുവപ്രദേശത്തെ ഏതെങ്കിലും മഞ്ഞിൻ കുടീരമായിരിക്കും. പക്ഷേ അവിടെ പോയാലും ഏതെങ്കിലും ഒരു എക്സിമോ ഒരു കുപ്പി സ്കോച്ചുമായി എത്തി എല്ലാം നശിപ്പിച്ചേക്കാം. സ്വന്തം ഭർത്താവ് കുടിക്കാതിരിക്കുന്നതിന് വേണ്ടി അയാളെ വിദൂര സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഏതെങ്കിലും സ്ത്രീയോട് ചോദിച്ചു നോക്കുക. ഞങ്ങളുടെ വിശ്വാസത്തിൽ അമിത മദ്യപാന രോഗിയെ കുടിക്കണമെന്ന തോന്നലിൽ നിന്നും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന തരത്തിൽ മദ്യത്തെ നേരിടുന്നതിനുള്ള ഏത് പദ്ധതിയും പരാജയമടയാനാണ് സാധ്യത. സ്വയം അങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുവാൻ അമിത മദ്യപാന രോഗി ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചു നാളൊക്കെ അയാൾ വിജയിച്ചേക്കാമെങ്കിലും കൂടുതൽ വലിയൊരു പൊട്ടിത്തെറിയോടെ അയാൾ പൂർവ്വസ്ഥിതിയിലാവുന്നു. ഈ മാർഗങ്ങളൊക്കെ ഞങ്ങളും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അസാധ്യമായത് ചെയ്യാനുള്ള എല്ലാ സംരംഭങ്ങളും എപ്പോഴും പരാജയമടഞ്ഞിട്ടേയുള്ളൂ. നാം അവിടെ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമുണ്ടെങ്കിൽ കൂടി നടക്കുന്ന ഒരു സ്ഥലത്തെ ഒഴിവാക്കാതിരിക്കുക എന്നതാണ് ഞങ്ങളുടെ നിയമം. ബാറുകൾ, നിശാക്ലബ്ബുകൾ, നൃത്തശാലകൾ, വിരുന്നുവേളകൾ, വിവാഹങ്ങൾ, വെറും കുടി മാത്രം നടക്കുന്ന ഇടങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. അമിത മദ്യപാന രോഗിയെക്കുറിച്ച് അനുഭവമുള്ള ഒരാൾ ഇത് കുടിക്ക് അനുവാദം നൽകുന്ന ഏർപ്പാടായി തോന്നാം. പക്ഷേ അത് അങ്ങനെയല്ല. ഞങ്ങൾ ഒരു പ്രത്യേക നിബന്ധന വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ പ്രത്യേക സ്ഥലത്ത് പോകേണ്ട വ്യക്തിപരമോ ബിസിനസ് പരമോ സാമൂഹ്യപരമോ ആയ എന്തെങ്കിലും കാരണം എനിക്കുണ്ടോ? അഥവാ ഈ വക സംഘത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും പരോക്ഷമായ ഏതെങ്കിലും രസം കവർന്നെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നിങ്ങൾ തൃപ്തികരമായി മറുപടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അത്തരം സ്ഥലങ്ങളിൽ പോവുകയോ അവിടെ നിന്ന് അകന്നു നിൽക്കുകയോ എന്താണ് കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ അത് ചെയ്യുക. പക്ഷേ നിങ്ങൾ യാത്രയാകുന്നതിന് മുമ്പ് പൂർണ്ണമായും നിങ്ങളൊരു ആത്മീയ തലത്തിലാണെന്ന് ഉറപ്പുവരുത്തുകയും നിങ്ങളുടെ ഉദ്ദേശം പൂർണ്ണമായും നല്ലതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അത്തരമൊരു സന്ദർഭത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കാം എന്ന് ചിന്തിക്കുക. പക്ഷേ നിങ്ങൾ പതർച്ച ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വേറൊരു അമിത മദ്യപാന രോഗിയുടെ അടുത്ത് പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത്. എന്തിന് ഒരു ചമ്മിയ മുഖവുമായി കഴിഞ്ഞുപോയ സുഖദിനങ്ങളെ കുറിച്ച് നെടുവീർപ്പെട്ട് മദ്യപാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നത്? അതൊരു സന്തോഷ വേളയാണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറുക. ഏതെങ്കിലും കാര്യം സംബന്ധിച്ചുള്ള ഒരു സന്ദർഭമാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് ആവേശപൂർവ്വം അക്കാര്യത്തിൽ സംബന്ധിക്കുക. ബാറിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു സുഹൃത്തിനോടൊത്ത് നിങ്ങളാണെങ്കിൽ ധൈര്യമായി അയാളോടൊത്ത് പോവുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ശീലങ്ങൾ മാറ്റേണ്ടതില്ലെന്ന് അവർ മനസ്സിലാക്കട്ടെ. പറ്റിയ സ്ഥലത്ത് വെച്ച് പറ്റിയ സമയത്ത് എന്തുകൊണ്ടാണ് മദ്യം നിങ്ങളുമായി വിയോജിക്കുന്നതെന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് നിരന്തരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് കുടിക്കാൻ പിന്നീട് മറ്റും നിർബന്ധിക്കുകയില്ല. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്പാൽപമായി പിന്മാറുകയായിരുന്നു.
ഇപ്പോൾ നിങ്ങൾ ഈ ലോകത്തിലെ സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ മദ്യം കഴിക്കുന്നു എന്ന കാരണത്താൽ വീണ്ടും അങ്ങനെ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങാതിരിക്കുക. മറ്റുള്ളവർക്ക് പരമാവധി സഹായം ചെയ്യുവാൻ കഴിയുന്ന സ്ഥലത്തുണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി. അതുകൊണ്ട് നിങ്ങൾക്ക് സഹായകരമായി വർത്തിക്കാൻ കഴിയുന്ന എങ്ങോട്ടും പോകാൻ മടിക്കരുത്. അത്തരമൊരു ദൗത്യത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും മലിനമായ ഇടത്ത് പോലും എത്താൻ നിങ്ങൾ മടി കാണിക്കരുത്. ഈ ലക്ഷ്യങ്ങളോടെ ജീവിതത്തിന്റെ ഈ തീച്ചുളയിൽ നിങ്ങൾക്ക് അമ്പുകുരം തുടരുക. അപ്പോൾ ദൈവം നിങ്ങളെ രോഗവിമുക്തനാക്കും. ഞങ്ങളിൽ പലരും വീടുകളിൽ മദ്യം സൂക്ഷിക്കാറുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും മദ്യോന്മത്തരായി എത്തുന്ന നവാഗതരുടെ കടുത്ത മദ്യാസക്തിയിൽ നിന്ന് വടുവിപ്പിച്ചെടുക്കുവാൻ അത്യാവശ്യമാണ്. അമിത മദ്യപാന രോഗികളല്ലാത്ത ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളിൽ ചിലർ മദ്യം വിളമ്പാറുണ്ട്. പക്ഷേ ആർക്കും മദ്യം വിളമ്പരുതെന്ന് ആണ് ഞങ്ങളിൽ വേറെ ചിലർ കരുതുന്നത്. ഈ കാര്യം ഞങ്ങളൊരു വിവാദത്തിന് വിഷയമാക്കാറില്ല. ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു കുടുംബം അവരുടെ സ്വന്തം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അവർ തന്നെ ഇക്കാര്യം തീരുമാനിക്കണമെന്നാണ്. ഒരു നടപടിക്രമം എന്ന നിലയ്ക്ക് കുടിയോട് വെറുപ്പോ അസഹിഷ്ണുതയോ കാണിക്കാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനോഭാവം ആർക്കും സഹായകരമല്ലെന്ന് അനുഭവങ്ങൾ കാണിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോ അമിത മദ്യപാന രോഗിയും ഈ മനോഭാവം തങ്ങളിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നവരാണ്. അത്തരം ബാധയൊഴിപ്പിക്കലുകാരല്ല ഞങ്ങളെന്ന് കാണുമ്പോൾ അവർ വളരെയേറെ ആശ്വസിക്കുന്നു. അക്ഷമയോടുള്ള സമീപനം അമിത മദ്യപാന രോഗിയെ അകറ്റിക്കളയുന്നു. അത്തരം വിഡ്ഢിത്തം ചെയ്യാതിരുന്നാൽ അവരുടെ ജീവിതങ്ങൾ ഒരുപക്ഷെ രക്ഷിക്കുവാൻ കഴിഞ്ഞേക്കും. നൈമിഷകമായി കുടിക്കാൻ പ്രേരണ തോന്നുന്ന വിധത്തിലുള്ള കാരണം തങ്ങൾക്കുണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ 1000-ൽ ഒരു മദ്യപൻ പോലും മദ്യം വെറുക്കുന്ന ഒരാളിൽ നിന്ന് മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അമിത മദ്യപാന രോഗ പ്രശ്നത്തിന്റെ ആഴത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കുറെ കൂടി നല്ല ധാരണ നൽകാൻ എന്നെങ്കിലും ഒരിക്കൽ ആൽക്കഹോളിക് അനോണിമസ് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാഠിന്യവും ശത്രുതയും കലർന്ന മനോഭാവമാണ് ഞങ്ങളുടേത് എങ്കിൽ ഞങ്ങളെക്കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകില്ല. കുടിയന്മാർ അതിന് നിന്നു തരികില്ല. എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ തന്നെ സ്വന്തം സൃഷ്ടിയാണ്. കുപ്പികൾ വെറും പ്രതിരൂപങ്ങൾ മാത്രമാണ്. എന്ന് മാത്രമല്ല, ആരുടെയെങ്കിലുമോ എന്തിനോടെങ്കിലുമോ പൊരുതുന്നത് ഞങ്ങൾ നിർത്തി. ഞങ്ങൾക്ക് അങ്ങനെ ആകേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു. അതായത് ഇതും അതിനുശേഷം, അതായത് ഈ കുടുംബ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ 100 പേര് കൂടി എഴുതിയ ഈ പുസ്തകത്തിൽ അവർ നമ്മളോട് പറയുന്നത്, ഈ ലോകത്ത് ഒരു ആൽക്കഹോളിക് എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ലിവിങ് ഇൻ ദ വേൾഡ് ആസ് ആൻ ആൽക്കഹോളിക്, ഒരു മദ്യാസക്തൻ എന്ന രീതിയിൽ ഈ ലോകത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? വൺസ് വി ഹാവ് അക്സെപ്റ്റഡ് AAPS പ്രിൻസിപ്പിൾസ്, അതായത് നമ്മളുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ നമ്മൾ സ്വീകരിച്ചത്, we can do all kind of things alcoholics are not supposed to do so. അതായത് മദ്യാസക്തന്മാർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ കഴിയും. പീപ്പിൾ സേ we can't go where liquor is served and we must not have it in our home. അതായത് നമ്മൾ മദ്യം വിളമ്പുന്ന സ്ഥലത്ത് പോകരുതെന്നും നമ്മൾ വീട്ടിൽ അത് സൂക്ഷിക്കരുതെന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം. They say we can't spend time with the friends who drink. അവർ പറയും നമുക്ക് മദ്യം കഴിക്കുന്ന കൂട്ടുകാരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ സമയം ചെലവഴിക്കേണ്ടതില്ല. They tell us not to watch movies or TV shows that show people drinking. ആളുകൾ കുടിക്കുന്ന കാണുന്ന TV ഷോകളോ അല്ലെങ്കിൽ സിനിമകളോ നമ്മൾ കാണരുതെന്ന് അവർ പറഞ്ഞേക്കാം. They say our friends must hide their bottles if we go to their house. നമ്മൾ അവരുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ അവരുടെ ബോട്ടില് അവര് ഹൈഡ് ചെയ്യണം എന്ന് പറഞ്ഞേക്കാം. ഇൻസ്റ്റന്റ് വി കാൻ തിങ്ക് അബൌട്ട് ആൽക്കഹോൾ അറ്റ് ഓൾ. അവർ പ്രേരിപ്പിക്കുന്നത് നമ്മൾ മദ്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുതെന്നാണ്. അവർ എക്സ്പീരിയൻസ് ഷോ ദാറ്റ് ദിസ് ഈസ് നോട്ട് ആക്ച്വലി ട്രൂ. ഇത് ഒരിക്കലും ശരിയായി സംഭവിക്കുന്ന കാര്യമല്ല. വി ആർ ഇൻ എ സിറ്റുവേഷൻ ഇൻവോൾവിംഗ് ആൽക്കഹോൾ എവരി ഡേ. നമ്മൾ എല്ലാ ദിവസവും മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. An alcoholic who cannot deal with them still has an alcoholic mind. അപ്പോ ആൽക്കഹോളിക് മൈൻഡ് ഉള്ള ഒരാൾക്ക് ഈ പറയുന്ന ആൽക്കഹോളിക് ഹു കനോട്ട് ഡീൽ ആൽക്കഹോളിക് മൈൻഡ് ഉള്ള ഒരു മദ്യാസക്തന്, അല്ലെങ്കിൽ മദ്യാസക്തന്റെ മൈൻഡ് ഉള്ള ഒരുത്തിന്, മാനസികാവസ്ഥയുള്ള ഒരുത്തിന് അതുമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ദാറ്റ് പേഴ്സൺ ഹാസ് ട്രൂലി ഫൗണ്ട് ദെയർ ഫെയ്ത്ത് ഓർ കണക്ട് വിത്ത് ദെയർ ഹയർ പവർ. ആ മനുഷ്യൻ വിശ്വാസത്തിൽ നേരിട്ട് ബന്ധപ്പെടുകയോ അവന്റെ ഉന്നത ശക്തിയുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവൻ വിശ്വാസം നേരിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടില്ല. ദെയർ ഓൺലി ചാൻസ് ഫോർ സോബറിറ്റി വുഡ് ബി ടു മൂവ് സം പ്ലേസ് ലൈക്ക് ദ നോർത്ത് പോൾ. അതായത് നോർത്ത് പോളിൽ എവിടെയെങ്കിലും ജീവിക്കുകയായിരിക്കും അവന് ഏറ്റവും നല്ലത്. ആൻഡ് ഈവൻ ദെയർ സമ്മൺ മൈറ്റ് ഷോ അപ്പ്
വിത്ത് എ ബോട്ടിൽ ഓഫ് സ്കോച്ച് ആൻഡ് റൂയിൻ എവരിതിങ്. അപ്പൊ അവിടെ ആരെങ്കിലും മദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം നശിക്കും. ആസ്ക് എനി സ്പോസ് who has sent their alcoholic partner to distant place thinking it would solve the problem, it never works. അതായത് ഒരു മദ്യാസക്തന്റെ ഭാര്യയോടോ ഭർത്താവ് അല്ലെങ്കിൽ മദ്യാസക്തിയുടെ ഭർത്താവിനോടോ ചോദിച്ചു ഇവിടെ ഏതെങ്കിലും ദൂരയിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ കൂടി നിർത്തുമോ? അതൊരിക്കലും പ്രവർത്തിക്കുകയില്ല. We believe that any method of fighting alcoholism that protects the alcoholic from temptation will fail. നമ്മൾ വിശ്വസിക്കുന്നത് ആ മദ്യത്തോടുള്ള മത്സരം അല്ലെങ്കിൽ എതിർപ്പ് അല്ലെങ്കിൽ പ്രതിരോധം അത് നമ്മളെ മദ്യാസക്തിനെ രക്ഷിക്കുമെന്നാണ്, പരാജയത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ്, അല്ലെങ്കിൽ പ്രലോഭനത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ്. ഇഫ് ദ ആൽക്കഹോളിക് ട്രൈസ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ദേ മേ വർക്ക് ഫോർ എ വൈൽ. അപ്പോ അവര് സ്വയം സംരക്ഷിക്കണം. ആൽക്കഹോളിക് ആയിട്ടുള്ള മദ്യാസക്തനായിട്ട് ഒരാൾ സ്വയം സംരക്ഷിക്കണമെങ്കിൽ അത് കുറച്ചു നാളൊക്കെ വർക്ക് ചെയ്യും. ബട്ട് ദേ യൂഷ്വലി എൻഡ് അപ്പ് ഗോയിങ് ഓൺ ദ ബിഗസ്റ്റ് ഡ്രിങ്കിങ് സ്പ്രീ എവർ. പക്ഷേ ഈ തരം പ്രതിരോധങ്ങളും ഈ തരം തടഞ്ഞു വെക്കലുകളും ഈ തരം കണ്ടുകൂടായികയൊക്കെ കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും ഒരു മദ്യാസക്തിയുടെ മതിച്ചുല്ലസിലേക്ക് അവനെ തള്ളിവിടും. ബട്ട് ദേ യൂഷ്വലി എൻഡ് അപ്പ് ഗോയിങ് ഓൺ ദ ബിഗസ്റ്റ് ഡ്രിങ്കിങ് സ്പ്രീ എവർ. അവൻ സാധാരണ മട്ടിലേക്കാളും കൂടുതലായിട്ടുള്ള ഒരു കുടിയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു പോകും. വി ഹാവ് ട്രൈഡ് ദിസ് മെത്തേഡ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ദേ ആർ അറ്റംപ്റ്റ് ടു ഡു ദ ഇമ്പോസിബിൾ ആൻഡ് ദേ ഹാവ് ഓൾവേസ് ഫെയിൽഡ്. പലപ്പോഴും നമ്മളിത് അസാധാരണ ഒരിക്കലും സാധിക്കാത്ത ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരീക്ഷിച്ചതാണ്. പക്ഷെ എപ്പോഴും നമ്മളത് പരാജയപ്പെട്ടത് മാത്രമേ ഉള്ളൂ. സോ അവർ റൂൾ ഈസ് നോട്ട് ടു അവോയ്ഡ് പ്ലേസസ് വേർ ദർ ഈസ് ഡ്രിങ്കിങ്. അതായത് കുടിക്കാതിരിക്കുന്ന സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ നിയമം. ഇഫ് യു ഹാവ് എ റിയൽ റീസൺ ഫോർ ബീങ് ദെയർ, നമ്മുടെ നിയമം ഇതാണ്. നമ്മൾക്ക് അവിടെ പോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? ദാറ്റ് ഇൻക്ലൂഡ്സ് ബാറുകളുണ്ട്, നൈറ്റ് ക്ലബുകളുണ്ട്, ഡാൻസസ് ഉണ്ട്, റിസപ്ഷൻസ് ഉണ്ട്, വെഡിങ് ഉണ്ട്, ഈവൻ പ്ലെയിൻ ഓർഡിനറി പാർട്ടീസ്, സാധാരണ പാർട്ടീസ് ആണെങ്കിൽ പോലും ഞാൻ അവിടെ പോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. ടു someone who has had experience with an alcohol, this may seem like tempting fate, but it isn't. അപ്പൊ പല ആൽക്കഹോളിക്കുമായിട്ട് മദ്യാസക്തനുമായിട്ട് പരിചയമുള്ള അനുഭവസ്ഥരായ ചിലർക്ക് അവര് പറയുന്നത് ഇതവനെ പ്രലോഭനത്തിലേക്ക് കടത്തിവിടാനുള്ള സാധ്യതയുണ്ട്. ഒരു ടെംപ്റ്റിംഗ് ഫേറ്റ് ആണ്. ബട്ട് ഇറ്റ് ഈസിന്റ്. ഇത് അങ്ങനെയല്ല. യു മേ നോട്ടീസ് ദാറ്റ് വി സെഡ് വി നീഡ് എ റിയൽ റീസൺ ഫോർ ബീയിങ് ദെയർ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, റിസപ്ഷനോ ഡാൻസിനോ വെഡിങ്ങിനോ മറ്റേതെങ്കിലും പാർട്ടികൾക്കോ നമ്മൾക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് റിയൽ റീസൺ ഫോർ ബീയിങ് ദെയർ, ഒരു നല്ല കാരണം ഉണ്ടാകണം. ആസ് ആൻ ആൽക്കഹോളിക് who is thinking of going to a bar or party, ask yourself. അതായത് ഏതെങ്കിലും ബാറിലോ പാർട്ടിയിലോ പോകണമെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കണം, ഡു ഐ ഹാവ് എനി ഗുഡ് സോഷ്യൽ, അതായത് എന്തെങ്കിലും സാമൂഹികമായ ആവശ്യമുണ്ടോ, ബിസിനസ് പരമായ ആവശ്യമുണ്ടോ, പേഴ്സണൽ റീസൺ ഫോർ ഗോയിങ്, എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളുണ്ടോ അവിടെ പോകണ്ടോ, ഓർ ഐ ആം ഹോപ്പിംഗ് ടു ഗെറ്റ് സം സെക്കൻഡ് ഹാൻഡ് പ്ലഷർ ഫ്രോം വാച്ചിങ് ദ അതർ പീപ്പിൾ ഡ്രിങ്ക്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർ കുടിക്കുന്നത് കണ്ട് സന്തോഷിക്കാനായിട്ട് ആണോ പോകുന്നത്? ഇഫ് യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഹോണസ്റ്റ്ലി യു ഡോണ്ട് നീഡ് ടു വറി. നിങ്ങൾ ഇത് സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഗോ ഓർ സ്റ്റേ അവേ. ഒന്നിലേക്ക് പോകൂ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കൂ. വിച്ച് അവർ ഫീൽസ് റൈറ്റ്. എന്താണോ സത്യസന്ധമായിട്ട് ഫീൽസ് റൈറ്റ്, എന്താണോ ശരിയായിട്ട് സംഭവിക്കുന്നത്. ബട്ട് മേക്ക് ഷുവർ യു ആർ ഓൺ സോളിഡ് സ്പിരിച്വൽ ഗ്രൗണ്ട് ബിഫോർ യു കൺസിഡർ ഡൂയിങ്. അപ്പോ എന്തായാലും നമുക്കൊരു സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാകണം. ഓൾസോ മേക്ക് ഷുവർ യുവർ റീസൺ ഫോർ ഗോയിങ് ആർ തറോലി ഗുഡ്. നമ്മൾ അവിടെ പോകുന്നതിന് ഒരു നല്ല കാരണം കൂടി ഉണ്ടാകണം. ഡോണ്ട് തിങ്ക് അബൌട്ട് വാട്ട് യു വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ എക്സ്പീരിയൻസ്. അതായത് ഡോണ്ട് തിങ്ക് അബൌട്ട് വാട്ട് യു വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ എക്സ്പീരിയൻസ്. അതായത് അവിടെ പോയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോരാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ള രീതിയിലല്ല. തിങ്ക് ഓഫ് വാട്ട് യു ക്യാൻ ബ്രിങ് ടു ഇറ്റ്. നിങ്ങൾക്ക് ആ പാർട്ടിയിലോ അതിനകത്ത് എന്താണ് കൊടുക്കാൻ കഴിയുക. ആൻഡ് ഇഫ് യു ഫീൽ ഷേക്ക് യുവർ അൺഷുവർ, നിങ്ങൾ വടയാർന്ന അല്ലെങ്കിൽ തീർച്ചയില്ലാത്ത ഇതിലാണെങ്കിൽ വർക്ക് വിത്ത് അനദർ ആൾക്കു ഇൻസ്റ്റെഡ് ഓഫ് പുട്ടിങ് യുവർ സെൽഫ് അറ്റ് റിസ്ക്. ആ സമയം മറ്റൊരു മദ്യാസക്തനുമായിട്ട് മറ്റൊരാളെ ഫോൺ വിളിക്കുകയോ മറ്റൊരാളുമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഡോണ്ട് അലോ യുവർ സെൽഫ് ടു ബി ഗ്രൗച്ചി ഓർ സൂളൻ ഇൻ പ്ലേസ് വെയർ പീപ്പിൾ ആർ ഡ്രിങ്കിങ്. അതായത് ചമ്മിയ മുഖമായിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കേണ്ടതില്ല. ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് സൈ അബൌട്ട് ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. അതായത് പഴയ നല്ല നാളത്തെ കുടിയെ പറ്റി ഓർത്തുകൊണ്ട് നമ്മൾ അവിടെ ഇരിക്കേണ്ടില്ല. ഇഫ് ഇറ്റ് ഈസ് ഹാപ്പി ഒക്കേഷൻ, ജോയിൻ അതേഴ്സ് ഇൻ സെലിബ്രേറ്റിംഗ്. അതൊരു സന്തോഷകരമായ സ്ഥലമാണെങ്കിൽ
സംഭവം നമ്മൾ അവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇഫ് യു ആർ ദെയർ ഫോർ ബിസിനസ്, ഫോക്കസ് ഓൺ ബിസിനസ് വിത്ത് enthusiasm. നമ്മൾ അവിടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയതാണെങ്കിൽ ആ ബിസിനസ് ആവശ്യത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഇഫ് യു ആർ വിത്ത് എ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഈറ്റ് ഇൻ എ ബാർ, ഫീൽ ഫ്രീ ടു ഗോ അലോങ്. അപ്പൊ അവന് ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ബാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ലെറ്റ് യുവർ ഫ്രണ്ട് നോ ദേ ഡോണ്ട് നീഡ് ടു ചേഞ്ച് ദെയർ ഹാബിറ്റ്സ് ഓൺ യുവർ അക്കൗണ്ട്. അതായത് അവന്റെ ശീലങ്ങൾ നമ്മളുടെ പേരിൽ മാറ്റിവെക്കേണ്ടതില്ല. when the time feels right, friends, when the time feels right, അതായത് സമയം വരുമ്പോൾ explain to all your friends, എല്ലാ കൂട്ടുകാരോടും വൈ ആൽക്കഹോൾ ഈസ് എ പ്രോബ്ലം ഫോർ യു. അത് അവരോട് വിശദീകരിക്കണം എന്താണ് മദ്യപാനം എനിക്ക് പ്രശ്നമാണ്. ഇഫ് യു ഡു ദിസ് തറോലി, ഇത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അടിസ്ഥാനപരമായിട്ടും നല്ല ഫൗണ്ടേഷനോടുകൂടി ചെയ്യുമ്പോൾ വെരി ഫ്യൂ പീപ്പിൾ വിൽ പ്രഷർ യു ടു ഡ്രിങ്ക്. വളരെ ചുരുക്കം ആളുകളെ നിങ്ങളെ കുടിക്കാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. വൈൽ യു വെയർ ഡ്രിങ്കിങ്, യു വെയർ വിത്ഡ്രോയിങ് ഫ്രം എ ലൈഫ് ലിറ്റിൽ ബൈ ലിറ്റിൽ. കുടിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ കുറേശ്ശെ ലേശം ലേശമായിട്ട് പിൻവലിയുകയായിരുന്നു. നൗ യു ആർ റിട്ടേണിംഗ് ടു ദ സോഷ്യൽ ലൈഫ് ആൻഡ് ദ വേൾഡ്. അതായത് ഈ സാമൂഹിക ജീവിതത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഡോണ്ട് സ്റ്റാർട്ട് ടു വിത്ഡ്രോ അഗെയിൻ ജസ്റ്റ് ബിക്കോസ് യുവർ ഫ്രണ്ട്സ് ഡ്രിങ്ക് ആൽക്കഹോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും പിന്നോട്ട് വലിയേണ്ടതില്ല. നമ്മുടെ കൂട്ടുകാർ കുടിക്കുകയാണ് എന്ന ഒറ്റ കാരണത്താൽ. 2 മിനിറ്റ് കൂടി എടുക്കുകയാണ്. യുവർ ജോബ് നൗ ഈസ് ടു ബി എ ഹെൽപ്ഫുൾ ആസ് പോസിബിൾ ടു അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. നെവർ ഹെസിറ്റേറ്റ് ടു ഗോ എനിവെയർ ഇഫ് യു ക്യാൻ ബി ഹെൽപ്ഫുൾ. അങ്ങനെ സഹായം കൊടുക്കുന്നതെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാൻ നിങ്ങൾ മടി കാണിക്കരുത്. യു ക്യാൻ വിസിറ്റ് ദ മോസ്റ്റ് ഡർട്ടി ഡേഞ്ചറസ് സ്പോട്ട് ഓൺ എർത്ത് ഇഫ് യു ഗോ ദെയർ ടു ബി ഹെൽപ്ഫുൾ. അതായത് സഹായകരമാണ് എങ്കിൽ എത്രമാത്രം മലിനമായിട്ടുള്ള, എത്രമാത്രമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഈ ഭൂമിയിലെ ഏത് സ്ഥലത്തും നിങ്ങൾ പോകാൻ തയ്യാറാണ്. കീപ് ഓൺ ദ ഫയറിംഗ് ലൈൻ ഓഫ് ലൈഫ് വിത്ത് ദിസ് മോട്ടീവ്സ് ആർ ഗോഡ് വിൽ കീപ് യു അൺഹാർമഡ്. അതായത് യുദ്ധഭൂമിയിലെ ഈ ഫയറിംഗ് ലൈനില് നിങ്ങളുടെ ജീവിതത്തില് ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്നത് നിങ്ങളെ സുരക്ഷിതമാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അതായത് ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ളത്. ഫയറിംഗ് ലൈൻ എന്ന് വെച്ചാല് മദ്യാസക്തി കൊണ്ട് ആ നിരാലംബരായ ഭാര്യമാരെയും അനാഥരായ മക്കളെയൊക്കെ നമ്മൾ സഹായിക്കാൻ ഇറങ്ങുന്ന ഈ കാര്യത്തില് ദൈവം നമ്മളെ സഹായിക്കും. നമ്മളെ അൺഹാർമഡ്, നമ്മളെ ഉപദ്രവം വരുത്താതെ സൂക്ഷിക്കും. മെനി റിക്കവറിംഗ് ആൽക്കഹോൾ കീപ് ലിക്വർ ഇൻ അവർ ഹോംസ്. ധാരാളം ആൽക്കഹോളിക്കുകൾ മദ്യം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. വി ഓഫൺ നീഡ് ടു ഗെറ്റ് ന്യൂ കമേഴ്സ് തറോ എ സിവിയർ ഹാങ് ഓവർ. ചില സമയങ്ങളിൽ ന്യൂ കമറിന് നമ്മൾ ഇത് കൊടുക്കാറുണ്ട്. സം ഓഫ് us സ്റ്റിൽ, അതായത് അവന്റെ ഹാങ് ഓവർ മാറ്റാനായിട്ട്. സം ഓഫ് us സ്റ്റിൽ സെർവ് ഇറ്റ് ടു അവർ ഫ്രണ്ട്സ് ആസ് ലോങ് ആസ് ദേ ആർ നോട്ട് ആൽക്കഹോളിക്സ്. ആൽക്കഹോളിക്സ് അല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് വിളമ്പാറുണ്ട്. ബട്ട് അതേഴ്സ് തിങ്ക് വി ഷുഡ് നോട്ട് സെർവ് ലിക്വർ ടു എനിവൺ. മറ്റു ചിലർ ചിന്തിക്കുന്നത് മദ്യം ആർക്കും കൊടുക്കരുതെന്നാണ്. വി നെവർ ആർഗ്യൂ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഇത്തരം ചോദ്യങ്ങൾക്ക് ഞങ്ങൾ തർക്കിക്കുന്നില്ല. വി ഫീൽ ദാറ്റ് ഈച്ച് ഫാമിലി ഈസ് യൂണിക്. ഓരോ ഫാമിലിയും വ്യത്യസ്തമാണ് ആൻഡ് ക്യാൻ ഡിസൈഡ് ഫോർ ദംസെൽവ്സ്. അതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ചെടുക്കാം. വി ആർ കെയർഫുൾ നെവർ ടു ബിക്കം ഇൻടോളറന്റ് അബൌട്ട് ഡ്രിങ്കിങ് ഇൻ ജനറൽ. അതായത് നമ്മൾ പൊതുവായി കുടിക്കുന്നതിലേക്ക് നമ്മളൊരു ഇൻടോളറന്റ് ഇല്ല, അസഹനീയത പുലർത്തുന്നില്ല. ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ടു എനിവൺ. അതാരെയും, ആ മനോഭാവം ആരെയും അത്ര സഹായിക്കില്ല. എവരി ന്യൂ കമർ ടു എ സീംസ് വറീഡ് അബൌട്ട് വി വിൽ ബി ഹേറ്റ്ഫുൾ അബൌട്ട് അതർ പീപ്പിൾസ് ഡ്രിങ്കിങ്. അതായത് ന്യൂ കമർ ആയിട്ടുള്ള എയിലെ അംഗങ്ങള് വിരോധം, അതായത് ഒരു മദ്യത്തോടും അല്ലെങ്കിൽ മദ്യം കുടിക്കുന്നവരോടും മദ്യത്തോടും ഒരു വിരോധം വെച്ച് പുലർത്താറുണ്ട്. ദർ ആർ ഓൾ റിലീവ്ഡ് വെൻ ദേ സീ വി ആർ നോട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല. ഇൻടോളറൻസ് ഓഫ് ഓൾ ഡ്രിങ്കിങ് മൈറ്റ് ഡിസ്കറേജ് ആൽക്കഹോളിക്സ് ഹൂസ് ലൈഫ്സ് കുഡ് ഹാവ് ബീൻ സേവ്ഡ്. അപ്പോ അങ്ങനെയുള്ള ഇൻടോളറൻസ്, അല്ലെങ്കിൽ കുടിയുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന അത്തരം ഇൻടോളറൻസ്, അസഹനീയത, അത് ആൽക്കഹോളിക്കുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന് നമ്മളെ ഡിസ്കറേജ് ചെയ്യുള്ളൂ. അവരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. ദ മൈറ്റ് നെവർ ട്രൈ ടു ലേൺ അബൌട്ട് എ ഫോർ ഫിയർ ഓഫ്. അങ്ങനെ നമ്മളൊരു വിരോധ മനോഭാവം, ഒരു ദേഷ്യ മനോഭാവം, ഒരു എതിർപ്പ് പ്രവർത്തിക്കഴിഞ്ഞാൽ അവരൊരിക്കലും എയെ കുറിച്ച് പഠിക്കാനായിട്ട് തയ്യാറാവില്ല. അവർക്ക് എയില് വരാനായിട്ട് അവർക്ക് ഭയപ്പെടും. അവർ എനെ ന്യായവിധിക്ക് വിധേയമാക്കും, ഒരു ജഡ്ജ് ചെയ്യും. ദാറ്റ് കൈൻഡ് ഓഫ് ഇൻടോളറൻസ് ഇസ് ടോട്ടലി യൂസ്ലെസ്. അതുകൊണ്ട് തന്നെ ഇത്തരം അസഹനീയമായിട്ടുള്ള പ്രവൃത്തികളും എതിർപ്പുകളും ഒക്കെ യൂസ്ലെസ് ആണ്, ഉപയോഗപ്രദമല്ലാത്തതാണ്. There is in the drinker alive who likes to be told anything about alcohol by someone who hates it. അതായത് ഇവിടെ നമുക്ക്
there isn't a drinker alive who likes to be talking about alcohol by someone who hates it. അതായത് കുടിയെ കുറിച്ചോ മദ്യത്തെ കുറിച്ചോ എതിർത്ത് സംസാരിക്കുന്ന, വളരെയധികം മോശമായി സംസാരിക്കുന്ന ഒരാളോട് ഒരു കുടിയന് ഇഷ്ടം തോന്നുകയില്ല. Someday we hope that alcoholism will help the public understanding the seriousness of alcoholism. അപ്പൊ ഒരു ദിവസം ആൽക്കഹോളിസം പ്രതീക്ഷിക്കുകയാണ് ലോകം മുഴുവനുമുള്ള പബ്ലിക്കിന്, പൊതുസമൂഹത്തിന് ഈ സീരിയസ്നെസ് ഓഫ് ആൽക്കഹോളിസം, മദ്യാസക്തിയുടെ ഈ ഗൗരവഭാവം മനസ്സിലാകും. വി വിൽ നെവർ റീച്ച് ദാറ്റ് ഗോൾ വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ബിറ്റർനെസ് ഓഫ് ഹോസ്റ്റിലിറ്റി. അതായത് ഇത്തരം കയ്പ് നിറഞ്ഞ മനോഭാവം, അതൊരു എതിർക്കുന്ന മനോഭാവം നമ്മൾ പുലർത്തി കഴിഞ്ഞാല് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ഹോസ്റ്റാലിറ്റി കിട്ടില്ല, അവരെ സ്വീകരിക്കാൻ പറ്റില്ല, അവർ കയ്പ് നിറഞ്ഞ് മാറിപ്പോകും. ഡ്രിങ്കേഴ്സ് വിൽ നോട്ട് സ്റ്റാൻഡ് ഫോർ ഇറ്റ്. കുടിയന്മാർ അതിന് നിന്ന് തരികയില്ല. നമ്മൾ മദ്യത്തെ കുറിച്ച് എതിർക്കുകയോ മദ്യഷാപ്പിനെ കുറിച്ച് എതിർക്കുകയോ മദ്യപാനത്തെ കുറിച്ച് ബാറിനെതിരെ സമരം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ആഫ്റ്റർ ഓൾ വി ക്രിയേറ്റഡ് അവർ ഓൺ പ്രോബ്ലംസ്. നമ്മൾ നമ്മുടെ പ്രോബ്ലം നമ്മൾ ഉണ്ടാക്കിയതാണ്. ബോട്ടിൽസ് വെയർ ഓൺലി എ സിംബൽ. കുപ്പി അതിന് വെറും അടയാളങ്ങൾ മാത്രം. ബിസൈഡ്സ് വി ഹാവ് സ്റ്റോപ്ഡ് ഫൈറ്റിംഗ് എനിബഡി ഓർ എനിതിങ്. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലുമോ എന്തെങ്കിലുമോ എതിർക്കുന്നത് നിർത്തി. വി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് എനിവൺ ഹൂ ഡ്രിങ്ക്സ്. നമുക്ക് കുടിക്കുന്നവരോട് എതിർപ്പില്ല. വി ഡോണ്ട് ഈവൻ ഫൈറ്റ് ആൽക്കഹോൾ. നമ്മൾ മദ്യത്തോട് എതിർക്കുന്നില്ല. വിച്ച് ജോസ് ഡോണ്ട് നീഡ് ഇറ്റ്. നമുക്ക് അത് ആവശ്യമില്ല. അപ്പോൾ ഫെലോഷിപ്പ് അലനോൺ ഫാമിലി ഗ്രൂപ്പ്സ് എൻറ്റയർലി സെപ്പറേറ്റ് ഫ്രം ആൽക്കഹോളിസം. അതായത് അലനോൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോളിസം നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇറ്റ് യൂസസ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പ്രോഗ്രാം ആസ് എ ഗൈഡ് ഫോർ സ്പോസസ്, പാർട്ട്നേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് അതർ ആൽക്കഹോളിസം ടു ആൽക്കഹോളിസ്റ്റ്. മദ്യാസക്തരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര്, അവരുടെ ബന്ധുക്കള്, കൂട്ടുകാര്, മക്കള്, അവര് അത് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അലൻറ്റീൻ എന്ന് പറയുന്നതിൽ നമ്മുടെ ടീനേജറായിട്ടുള്ള ആൽക്കഹോളിസത്തിന്റെ മക്കള് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് പാർട്ട് ഓഫ് അലനോൺ ആണ്. അത് അലനോണിന്റെ ഒരു പാർട്ടാണ്. യു ക്യാൻ ഗെറ്റ് ഇൻഫോർമേഷൻ അലനോൺ ഫാമിലി ഗ്രൂപ്പ് വിസിറ്റിംഗ് www.alanon.org എന്ന് പറഞ്ഞുകൊണ്ട് അലനോൺ ORG എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയാൽ കിട്ടും. അപ്പോൾ വർക്കിംഗ് വിത്ത് അതേഴ്സിന്റെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതിന് ഒന്നുകൂടി ഒരു റിവ്യൂ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇന്ന് ഇച്ചിരി സ്പീഡിലാണ് ചെയ്തെടുത്തത്. എന്നോട് സഹായിച്ച റോമനും മറ്റുള്ളവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.